ഇനി നമ്മുടെ കുടുംബം അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നതാണ് എൻ്റെ ഭാഷ്യമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അതിലൊന്ന്, നമ്മുടെ കുടുംബത്തിൻ്റെ സംവിധാനം താളം തെറ്റുന്നു എന്ന് പലരും പറയുമ്പോൾ അതിനൊന്ന് സയൻറ്റിഫിക്കായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗത്തിൻ്റെ ഓളത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഈ പ്രസംഗം എന്ന് പറയുന്ന കല ഏകദേശം ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിരാട് കോഹ്ലി വിരമിച്ചു എന്ന് പറയുന്നത് പോലെ നന്നായിട്ട് പ്രസംഗിക്കുന്ന കാലത്ത് തന്നെ അതങ്ങോട്ട് വിരമിക്കാമെന്ന് തോന്നിയ ഒരു നിമിഷത്തിലൂടെയാണ്. കാരണം ക്യാമ്പുകളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ക്യാമ്പുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരുടെ ക്യാമ്പുണ്ട്, സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ക്യാമ്പുണ്ട്, ഫാമിലീസിന് വേണ്ടി മാത്രം ക്യാമ്പുകളുണ്ട്. ഞാനങ്ങനെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പ് അല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനെനിക്ക് ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നടക്കുന്നത് ക്യാമ്പുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖത്തറിലൊരു ക്യാമ്പ് നടന്നപ്പോൾ ഒരു കുട്ടി കുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 24-25 വയസ്സുണ്ടാവും. എന്നോട് ഇന്നലെയും പ്രിയപ്പെട്ട ഖത്തറിൽ അതിൻ്റെ കോർഡിനേറ്റർ കായക്കണ്ടി ഫൈസൽ സാഹിബ് പറയുകയുണ്ടായി. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്നലെ എനിക്ക് കായക്കണ്ടിയിലായിരുന്നു പരിപാടി. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ആ പയ്യൻ ഓടിയത് എന്തിനാണെന്നറിയോ സാറേ, അവൻ 6 വർഷമായിട്ട് ഉമ്മയോട് പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മയോട് പിണങ്ങി നിൽക്കൽ മാറ്റിയിട്ടല്ലാതെ ഈ ക്യാമ്പിൽ തുടരില്ല എന്നതുകൊണ്ടാണ് ആ പാവം ഓടിയത് എന്ന് ഇന്നലെ ഫൈസൽ കായക്കണ്ടി എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ക്യാമ്പിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റുഡൻസ് മാത്രമാകുമ്പോൾ അവരോട് മാത്രമുള്ള കാര്യം പറഞ്ഞാൽ മതി, കുടുംബം മാത്രമാകുമ്പോൾ അവരോടുള്ള കാര്യം പറഞ്ഞാൽ മതി. അതുകൊണ്ട് പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പ്രസംഗ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകാം, ചില വലിയ വലിയ സദസ്സുകളിലൊക്കെ ചിലപ്പോൾ പോകാണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന സംഗമത്തിലെ ഒരു പക്ഷേ അവസാനത്തെ പ്രസംഗങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നടക്കുന്നത് എന്നാണ് നിങ്ങളോട് പീച്ചം വീട്ടുകാരോട് പറയാനുള്ളത്. വിരമിക്കുകയല്ല, എന്നിരുന്നാലും എൻ്റെ സ്റ്റൈല് മാറ്റാൻ പോകുന്നു എന്ന പ്രഖ്യാപനം കൂടി പീച്ചം വീട്ടിൽ കുടുംബത്തിൽ വെച്ച് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ കുടുംബത്തിൻ്റെ സംവിധാനം തെറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ കുട്ടികളാരും എന്നോട് ദേഷ്യപ്പെടരുത്. എൻ്റെ പ്രിയപ്പെട്ട 14 വയസ്സ് 15 വയസ്സ് ഒക്കെയുള്ള കുട്ടികൾ, 12 വയസ്സുള്ള കുട്ടികൾ, ആരോടും എന്നോട് പിണങ്ങരുത്. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ചോദിക്കരുത്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് MDMAയേക്കാൾ അപകടകാരിയായി പറയപ്പെടുന്നത്, നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അത് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ്. നിങ്ങൾക്കതിൻ്റെ ഡെപ്ത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നറിഞ്ഞുകൂടാ. നിങ്ങൾ ജസ്റ്റ് ChatGPTയിലെ പ്രൈമിലേക്ക് കയറുക. ChatGPT എന്ന് പറഞ്ഞാൽ നോർമലായി നമുക്ക് അവകാശങ്ങളും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിവരങ്ങളും തരുന്ന ChatGPT ഉണ്ട്. അതിൻ്റെ പ്രൈം എന്ന് പറയുന്നതുണ്ട്. ഇവിടെ കുറേ ആളുകൾക്ക് അതറിയാം. നമ്മൾ പെയ്ഡായിട്ട് അഥവാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഉപയോഗിക്കേണ്ടുന്ന ChatGPT ഉണ്ട്. അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഗെയിം അഡിക്ഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ MDMA അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഗെയിമിൻ്റെ അഡിക്ഷനിലൂടെയാണ് എന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ അടുത്തിടെ കുടുംബസംഘമായതുകൊണ്ട് പറയാമല്ലോ, ഈ അടുത്തിടെ ബസൂക്ക എന്ന് പറയുന്നൊരു ഫിലിം ഇറങ്ങി. മെഗാസ്റ്റാറിൻ്റെ അതിബൃഹത്തായ ഒരു സിനിമയായി വന്നതായിരുന്നു അത്. പക്ഷെ അതിൻ്റെ തീം, അതിൻ്റെ ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് ചേർന്നതായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു അവകാശമല്ല പറയുന്നത്. കാരണം അതിൽ ചളിയിൽ ചവിട്ടിക്കൊണ്ടൊരു വില്ലൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ സിനിമ കാണാറില്ല, പിന്നെ നിങ്ങളിതെങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ എനിക്ക് ഇത് വിവരം കിട്ടേണ്ടതുണ്ട്. കാരണം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്, ഇത്തരം പറ്റം ആളുകളിലേക്ക് പോകുന്നത് കൊണ്ട്, വെറും ഒരു പ്രഭാഷകനായിട്ടല്ല അതൊരു സൈക്കോളജിസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അതറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. ഏതായിരുന്നാലും തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ ഞാൻ ആളല്ല. ഏതായിരുന്നാലും ഇങ്ങനെ കാലിൽ ചവിട്ടി ചളിയിൽ ചവിട്ടിക്കൊണ്ട് ഒരു വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു. ആ വില്ലനെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു നായകൻ വരുന്നു. അങ്ങനെ ഗെയിമിൻ്റെ ലോകത്തിലൂടെ മക്കളെ വഴിതെറ്റിക്കുന്ന, വേറൊരു ലോകത്തിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു എതിരാളിയെ എതിർക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ മെഗാസ്റ്റാർ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കല്ല. നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു മറ്റർത്ഥത്തിൽ, സിനിമയുമായി ബന്ധപ്പെട്ടിട്ടല്ല. അദ്ദേഹം ഒരു പേഴ്സണാലിറ്റിയുള്ള ആളാണ്, ഡിഗ്നിറ്റിയുള്ള ആളാണ്, ഒരുപാട് നല്ല വ്യക്തിത്വമുള്ള ആളുകളാണ്. പക്ഷേ അതിൽ അവസാന ഭാഗത്ത് ഞാൻ വിമർശിക്കുകയല്ല, എന്നിരുന്നാലും വിലയിരുത്തണമല്ലോ. വിമർശനവും വിലയിരുത്തലും വേറെ വേറെയാണ്. അതുകൊണ്ട് ആ ചളിയിൽ ചവിട്ടിയിട്ട് നടക്കുന്ന വില്ലനായ മനുഷ്യൻ അവസാനത്തിൽ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ അത് ഈ മനുഷ്യൻ തന്നെയാണ് എന്നതാണ് ആ സിനിമ നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് ബസൂക്ക.
ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ വില്ലൻ തന്നെ പിന്നീട് നായകനായി മാറുകയും നായകൻ തന്നെ വില്ലനായി മാറുകയും ചെയ്യുന്ന, കുട്ടികൾക്കൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഒരു മാനസിക രോഗിയെപ്പോലെ ചിരിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് ലാസ്റ്റ് കാണാൻ പറ്റുക. ഞാനിത് പറയുന്നത് പ്രസംഗത്തിൻ്റെ സ്കോപ്പിന് വേണ്ടിയിട്ടല്ല. കുട്ടികളുടെ സൈക്കോളജിയിൽ, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപിക്കുന്ന നഗരമായി ആ നഗരത്തെ പറയാൻ നമുക്ക് മടിയുണ്ട്. കൊച്ചി നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി പല ലോകങ്ങളും ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു രീതിശാസ്ത്രത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ദാ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് പബ്ജി ആയിരിക്കാം. പക്ഷേ ഈ പബ്ജിയേക്കാൾ അപ്പുറത്തേക്കുള്ള കളികളുണ്ട്. പേര് ഞാനിവിടെ പറയുന്നില്ല. ഏകദേശം 18ഓളം ഗെയിമുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലേറെയുണ്ട് അപകടകാരികളായിട്ടുള്ള. എന്നിട്ട് ChatGPT പറഞ്ഞത് എന്താണെന്നറിയോ? ഇതുണ്ടായിക്കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, അവൻ്റെ ബിഹേവിയർ ചേഞ്ച്, പെരുമാറ്റത്തിലുള്ള മാറ്റമുണ്ടാകുന്നത് ഗെയിം അഡിക്ഷനിലൂടെയാണ്. ഗെയിം അഡിക്ഷൻ കൂടുമ്പോൾ, എൻ്റെ കുട്ടികളെന്നോട് ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. ഇതിലുള്ള ആൾക്കാരൊക്കെ, മക്കളൊക്കെ നല്ല മക്കൾ തന്നെയാണ്. ആദ്യം സംഭവിക്കുന്നത്, അവൻ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ? ഒന്ന്, അവൻ്റെ ഡീവിയേഷൻ എന്ന ബിഹേവിയർ ചേഞ്ച്. നല്ല കുട്ടി എന്ന് നമ്മൾ വിലയിരുത്തിയ, 5ാം ക്ലാസ് വരെ മദ്രസയിൽ നന്നായി പോയ, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ അഷഹാദത്ത് സഫുൽ ഖാമിസയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയായിരിക്കും ഒരു പക്ഷേ പിന്നീട് ഇങ്ങനെ വ്യതിചലിച്ചു പോവുക. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പോട് കൂടി പറഞ്ഞോട്ടെ. രണ്ടാമത്തത്, ആ കുട്ടിക്ക് സ്ലീപ്പിംഗ് നഷ്ടപ്പെട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു. കാരണം കുട്ടികൾ ഉറങ്ങാതെ കിടന്നിട്ട് എങ്ങനെ കളിച്ചു പോവാൻ. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ കംപ്ലീറ്റ് അലൈൻമെൻറ്റ് നഷ്ടപ്പെടുന്നു, അഥവാ അവൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു എന്നതാണ്. ഉറക്കം സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് സത്യത്തിൽ മാനസികപരമായ വിഭ്രാന്തിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മാനസിക രോഗത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെഡിസിനിൽ പെട്ടത് ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ സഡേറ്റീവാണ്. ഡോക്ടേഴ്സിനറിയാം, സഡേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മരുന്ന് കൊടുത്തിട്ട് ഉറക്കി കെടുത്തലാണ് മാനസിക രോഗികൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന, സ്ലീപ്പിംഗ് എന്ന് പറയുന്നതിൽ നിന്ന് സ്കിപ്പായി പോകുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നത് കൊണ്ട് അവർക്ക് മാനസികപരമായ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ കൂടുതലാണ് എന്ന് ഞാനല്ല പറയുന്നത്, റിസർച്ച് പറയുന്നു നമ്മളോട്. മൂന്നാമത്തത്, നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അവർ പഠനത്തിലോ അവരുടെ കരിയറിലോ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നതാണ്. കാരണം ഞാൻ IIT ചെന്നൈയിൽ പോയിട്ടുണ്ട്, കുട്ടികൾ വിളിച്ചിട്ട്. അവിടെ പോകുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചിലത് ചോദിച്ചു. IIT ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് IIT. അതിൻ്റെ അപ്പുറത്തേക്ക് IITക്ക് അപ്പുറത്തേക്ക് ഒന്നില്ലല്ലോ പിന്നെ ഇന്ത്യയിൽ. IIT ഒരുപാടുണ്ട്, ഗോരഖ്പൂരുണ്ട്, കാൺപൂരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത്, ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ഇന്നതൊക്കെ ഉണ്ടോ? അവർ പറഞ്ഞു, സർ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് IIT പാസ്സാകാൻ കഴിയില്ല എന്നാണ്. IITയുടെ 50ലും 60ലും ഇടയ്ക്ക് വരുന്ന പേപ്പേഴ്സ് പാസ്സാകണമെങ്കിൽ ഒന്നവർക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടാകാൻ പാടില്ല, ഈ തരത്തിലുള്ള ഗെയിമുമായി ബന്ധപ്പെട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ തീരില്ല പിന്നെ അവർക്ക്. അതുകൊണ്ട് കരിയറിൽ ഉയരാൻ കഴിയില്ല, പ്രകൃതം നഷ്ടപ്പെട്ടു പോകുന്നു, ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇതിലും വലിയ പ്രശ്നം എന്താണെന്നറിയോ? കുടുംബസംഗമത്തിൽ അറിയിക്കുന്നത് കൊണ്ട് ഇയാൾ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങൾ അതിൻ്റെ പൂരം കാണാൻ പോകുന്നു. ഒരു ദിവസം നിങ്ങൾ ഈ ജസ്റ്റ് മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം 50 മുതൽ 100 വരെയുള്ള പാവം പെണ്ണുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും നിങ്ങൾക്കിതിലൂടെ. ഒരുപാട് മക്കളെക്കുറിച്ച് പറഞ്ഞ, സാർ 1 മണിക്കൂർ സമയം തരുമോ, അരമണിക്കൂർ സമയം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പാവം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിലാപങ്ങൾ കേൾക്കാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി അത് സുനാമി പോലെ വരാൻ പോകുന്നു. ഈ പറയുന്ന ഗെയിമിൻ്റെ അഡിക്ഷൻ പോയി നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോ എന്ന്. കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുക. കുട്ടികളെടുത്ത് പൈസൻ്റെ ആവശ്യമില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ ഉണ്ടാവില്ല, ഡെബിറ്റ് കാർഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഫോണിൽ നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടാവും. ഈ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് 3-4 കാർഡുകൾ നിങ്ങൾക്ക് കടമെടുക്കാം. നിങ്ങളുടെ കാർഡ് വെച്ചിട്ട് നിങ്ങളറിയാതെ 4 കാർഡുകൾ വേറെ എടുക്കാം. ആ കാർഡിൽ നിന്ന് പർച്ചേസ് തുടങ്ങാം. ഞാനിത് കുട്ടികളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ജസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ്
എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഒരുപാട് കരഞ്ഞ്, സാർ ഞാൻ 1,06,000 രൂപ കടത്തിലാണ്. എത്ര വയസ്സ്? 15 വയസ്സാകുന്നേ ഉള്ളൂ. ഞാൻ 1,06,000 രൂപ കടത്തിലാണ്. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാ കടായത്? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഉമ്മാൻ്റെ കാർഡും കൊണ്ട് 3 കാർഡുകൾ ഞാൻ എന്തായി ഡെബിറ്റ് കാർഡായിട്ട് എടുത്തു. എന്നിട്ട് ഇന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ആ സാധനങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ ഓൺലൈൻ കമ്പനിക്കാരുണ്ടാവുമല്ലോ, അവർ വീട്ടിലേക്ക് തിരഞ്ഞു വരികയാണ്. അവർ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നാൽ മാതാപിതാക്കൾ കൊടുക്കുമെന്ന് അവർക്കറിയാം. മകൻ്റെ ഈ ഒരു വ്യതിചലനം, മകൻ്റെ ഈ ഒരു സഞ്ചാരം, ഈ അബദ്ധ സഞ്ചാരം ജനങ്ങൾ അറിയാതിരിക്കട്ടെ എന്ന മോഹത്താൽ ഓരോ പിതാവും എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടത് വീട്ടുമെന്നവർക്കറിയാം. അങ്ങനെ ഓരോരോ വീട്ടിലേക്കും കടക്കാര് വരുന്ന ഒരു കാലം നിങ്ങൾ പോലും അറിയാതെ. കുടുംബസംഗമത്തിൽ ഞാനിത് പറയുന്നത് പ്രസംഗത്തിന് സ്കോപ്പ് കൂട്ടാനല്ല, സുനാമി പോലെ ഈ പ്രശ്നം വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കാനാണ്. നമ്മൾ ഈ കുടുംബത്തിൽ അത് ഉണ്ടാവില്ല കേട്ടോ, പീച്ചം കുടുംബത്തിൽ അത് ഉണ്ടാകില്ല. ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരാ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ്. അവരറിയാതെ ഈ ട്രാപ്പിലേക്ക് പോകും. കാരണം അവർക്ക് വരുന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നീ ഇപ്പം 50 രൂപ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് 500 രൂപ കിട്ടുമെന്ന് പറയും. അപ്പോൾ കുട്ടികൾക്കൊരു തേസ്റ്റ് വരും, അങ്ങനെ അതിലേക്ക് പോകും. പിന്നെ പോയി 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 ലക്ഷങ്ങളാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എങ്ങനെയാ 4 പേരെ കൊന്ന ആ പയ്യൻ്റെ കഥ നമ്മൾ അറിയുന്നുണ്ടോ? അന്വേഷണത്തിലൂടെ എന്താ മനസ്സിലാക്കിയത്? ഏകദേശം 64 ലക്ഷം രൂപ കടമാണ് ആ പയ്യന്. സ്വന്തം ഉമ്മയെ കൊല്ലുന്ന സമയത്ത് ക്ഷമിക്കണേ ഉമ്മ എന്നൊരൊറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ട് ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ടു പാവം. എങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മരിച്ചു വീണത് എങ്ങനെയാണെന്നറിയോ? 64 ലക്ഷം രൂപ കടമാകുന്നത് വരെ സ്വന്തം പിതാവ് പോലും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ കുട്ടി മയക്കുമരുന്നിന് അങ്ങനെ അടിമപ്പെട്ട ആളൊന്നുമല്ല. മയക്കുമരുന്നിനേക്കാൾ അപ്പുറത്താണ് ഈ പറയുന്ന ഗെയിമുകൾ എന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാലമാണ്. ഈ ഗെയിമിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതയിലൂടെ, ഇത്തരത്തിലുള്ള ഗാംബ്ലിങ്ങിലൂടെ, ഇത്തരത്തിലുള്ള സ്പാം വർക്കിലൂടെയാണ് ഈ കുട്ടികൾ അതിലേക്ക് പോകുന്നത്. സ്പാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കേവലം മൊബൈലിൽ വരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് മാത്രമല്ല, ഫോണ് മാത്രമല്ല. കുട്ടികൾ ഓരോരുത്തരും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും ശ്രദ്ധിക്കണം. മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അറിയാത്ത ആളുകളിൽ നിന്ന് മിഠായി പോലും വാങ്ങിച്ചു കഴിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എൻ്റെ അടുക്കൽ കൗൺസിലിംഗ് വന്നതാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിക്ക് എങ്ങനെ മിഠായി കിട്ടിയെന്നറിയോ? വടി പറഞ്ഞു കൊടുത്തതാണ്. ബൈക്കുകാരൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു, നല്ല മോനട്ടോ, ഇങ്ങനെ വടി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് അപ്രിസിയേഷൻ കൊടുത്തു. അപ്രിസിയേഷൻ കൊടുക്കുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ, മോളെ നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതൊരു അപ്രിസിയേഷനാണ്. എന്താണ് എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറൊരു കോലാണ്. എന്താടി എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറെ കോലമാണ്. എല്ലാം ഡയലോഗ് ഒന്ന് തന്നെയാണ്, പേര് ചോദിക്കൽ തന്നെയാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് എന്നാ പറയാം. അങ്ങോട്ട് നല്ല രീതിയിലാണ്, ഇങ്ങോട്ട് നല്ല രീതിയിൽ. ആ ഒരു രീതിയിൽ ഈ കുട്ടിയോട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവനെന്തായി, ഒരു വല്ലാത്തൊരു ഇതായി, ഒരു അനുമോദനമായി. ഉടനെ തന്നെ കൊടുത്തത് മിഠായിയാണ്. അത് കഞ്ചാവ് മിഠായി ആയിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല. വയസ്സ് 12-13 വയസ്സാണ്. ഇങ്ങനെയുള്ള ഒരു കാലത്ത്, വ്യാപകമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വരുന്ന ഒരു കാലത്ത്, എൻ്റെ പ്രിയപ്പെട്ട ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളും മനസ്സിലാക്കുക, മുതിർന്നവരും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, സുനാമി പോലെ ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഗെയിം അഡിക്ഷനായി മാനസിക രോഗികളായി പോകുന്ന ആളുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോകുന്നു. ഞാൻ പറയുമ്പോൾ വെറുതെ കയറ്റി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയല്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞത് ചിലപ്പോഴൊക്കെ എന്നോട് പല ആൾക്കാരും പറയാറ്, നിങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, പിന്നെയാണ് ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. എൻ്റെ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. പനി രോഗം വരുന്നത് പോലെ, ജലദോഷം വരുന്നത് പോലെ കുട്ടികൾ ഗെയിമിലൂടെ പോയി സമ്പത്ത് നഷ്ടപ്പെടുത്തി മാനസിക രോഗികളായി, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി, ബിഹേവിയർ സിസ്റ്റം നഷ്ടപ്പെട്ടവരായി, കുടുംബത്തിൽ പറ്റാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുടുംബസംഗമത്തിൽ എന്നും അമ്മായിമ്മയും മരുമകളും പറഞ്ഞതിനോട്ട് കാര്യമില്ല. നിങ്ങൾ സ്ക്രീൻ ടൈം കുറക്കൂ, നിങ്ങളുടെ സ്വന്തം സ്ക്രീൻ ടൈം കുറക്കൂ. ആദ്യം മാതാപിതാക്കൾ അത് ചെയ്യണം. ഞാനത് ചെയ്യുമ്പോഴാണ് എൻ്റെ കുട്ടികളത് മനസ്സിലാക്കുക. നിങ്ങൾ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ടോ? അവർ പുസ്തക വായനയിലാണ്. അപ്പം നിങ്ങൾ പറയും അവർ പ്രാചീനന്മാരാണെന്ന്. ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടാക്കിയിട്ട്
എൻ്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ആശയം കൊണ്ട് എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ സാരഥി ഉണ്ടല്ലോ, സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം എഴുതിയത് പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന് ഇതിലെഴുതിയാൽ മതിയായിരുന്നല്ലോ. കാരണം പുസ്തകത്തിനൊരു ഇമോഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്നും സായിപ്പന്മാർ അധികമൊന്നും ഇത് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 56 രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. 56 രാജ്യങ്ങൾ, ഏകദേശം 20ഓളം രാജ്യം യൂറോപ്പ് തന്നെയാണ്. അപ്പം ഈ രാജ്യങ്ങളിലൊന്നും ഇത്രമാത്രം ഇത് ഉപയോഗിക്കാൻ നമ്മൾ കാണാറില്ല. ജോലി ചെയ്യുന്ന ആളുകൾ ലാപ്ടോപ്പും കൊണ്ടിരിക്കാറുണ്ട്. ആ ലാപ്ടോപ്പും കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ സ്വാഭാവികമായി നമ്മളെപ്പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് വല്ലാണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയത് അങ്ങനത്തെ രാജ്യങ്ങളാണ്, പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളുമാണ്. ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാ അപ്പം ഇങ്ങനെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇനിയൊരു രോഗം വരാനിരിക്കുന്നു. ആ രോഗത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഐ ഡ്രൈനസ് എന്നതാണ്. ഇപ്പം തന്നെ ഉണ്ടത്. ഐ ഡ്രൈനസ്, ബാലൻസ് തെറ്റലും കണ്ണ് വരണ്ടു പോകലും. ഇതിങ്ങനെ കണ്ട് 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 നിങ്ങൾ എത്രമാത്രം അത് ചെയ്യുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളത് പഠിക്കണം, അറിയണം, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ, കാരണം കണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കാനുള്ളതാണ്. ആ കണ്ണ് ചലിക്കാതെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് 2.5 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ 2.5-3 മണിക്കൂർ. അവസാനം ഇവിടെയുള്ള പ്രശ്നങ്ങൾ വേറെ, കുമിഞ്ഞിരിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ. കണ്ണ് ഡ്രൈ ആയി പോകും. കാരണം കണ്ണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കേണ്ടതാണ്. ഞാൻ എന്തിനാപ്പം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഒരേ ദിശയിലേക്ക് മാത്രം നോക്കി പ്രസംഗിച്ചാൽ എൻ്റെ കണ്ണ് പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നോക്കിയിട്ട് വേണം സംസാരിക്കുന്നവൻ പോലും സംസാരിക്കാൻ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആക്കിയിട്ട് കുറക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകും. അതുകൊണ്ടാണ് അപ്രിയ സത്യങ്ങളുണ്ട്. സത്യങ്ങളിൽ തന്നെ പ്രിയമല്ലാത്ത സത്യങ്ങൾ. ആ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം തോന്നിയേക്കാം. പക്ഷെ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. എനിക്കടക്കം. ഞാൻ ഉപദേശിക്കുകയല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഏതാണ്? ഇതിലൂടെയാണ്, ഈ ഓൺലൈനിലൂടെയാണ് ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് MDMAയും LSDയെ കുറിച്ചിട്ടാണോ പറയുന്നത്? ഏത് പെത്തഡിനെയും കൊക്കൈനെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? ആ സാധനങ്ങൾ മൊബൈലിലൂടെ വരുന്ന കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. കാരണം ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞത് വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ്. വിശുദ്ധ ഖുർആന്റെ വാക്കാണ്. ആദ്യം കളിയെക്കുറിച്ച് പറഞ്ഞു. ഇതാ ഇപ്പം 6-7 വയസ്സായ കുട്ടികൾ ഇരുന്ന് കളിക്കാൻ, ഓടിക്കളിക്കാണ്. കാരണം അവരുടെ പ്രായം ലഅബാണ്, കളിയുടെ കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലഹുവിലേക്ക് കയറി. എന്താ ലഹുവ്? അമ്യൂസ്മെന്റ് എന്ന് പറയുന്നതാണ്. അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ വിനോദമാണ്. ലഅബല്ല ലഹുവ്. നമ്മൾ വിചാരിച്ചത് മൊബൈൽ ഗെയിം എന്നാണോ? മൊബൈൽ ഗെയിമല്ല. മൊബൈൽ ഗെയിമിനെ പറ്റി പറയുന്നത് അമ്യൂസ്മെന്റ്, വിനോദമാണ്. കുറേ നേരം ഇങ്ങനെ വെറുതെ സമയം കൊല്ലുക, അങ്ങനെയുള്ള സാധനത്തിലേക്ക് കയറും. അത് കഴിഞ്ഞാൽ പിന്നെ വസീന, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറും. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായെന്ന് വിചാരിക്കുക. പാവം ഇവിടെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ കിടന്ന് പായുണ്ടാവും. കാരണന്മാർ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും. ആ കുടുംബനാഥൻ എപ്പോഴും ബേജാറായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ബിരിയാണി കിട്ടിയോന്നൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പ്രായക്കാരുണ്ട്, അവരെന്താ ചെയ്യാന്നറിയോ? ഡ്രസ്സ് അങ്ങനെ മാറ്റുക, ഫോട്ടോ അങ്ങനെ എടുക്കുക. അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രസ്സ് മാറ്റലും ഫോട്ടോ എടുക്കലും മാത്രമാണ്. ഞാനൊരിക്കൽ ക്യാമറക്കാരനോട് ചോദിച്ചു, എത്ര ഫോട്ടോകൾ എടുത്തെന്ന്? ഏകദേശം പണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിമായിരുന്നല്ലോ അതിൽ. ആ ക്യാമറക്കാരൻ പറഞ്ഞു 7200 ഒറ്റ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ്. 7000-10000 ഫോട്ടോസ്. ഇതൊക്കെ കളറുകൾ മാറ്റിയിട്ട് നമ്മളങ്ങനെ വരികയാണ്. ഇതിനൊന്നും ഞാൻ എതിര് പറയല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ്ഡ് അല്ല. നമ്മൾ ഓളത്തിനനുസരിച്ച് പോകുന്നവരാണ്. ഈ കുടുംബമെങ്കിലും അതിൽ നിന്ന് വ്യതിരിക്തമായി ചിന്തിക്കട്ടെ. അതിനാണ് നിങ്ങൾ പ്രതിഭകളെ ആദരിച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രശ്നം പറഞ്ഞിരിക്കലല്ല. ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങളാണ്. ഇതിനെന്താ പരിഹാരം? പരിഹാരത്തിൽ നമ്പർ 1, ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് മമ്പ്രം തങ്ങളുടെയും മകൻ്റെയും പസൽപൂക്കോയ തങ്ങളുടെയും കൂടെ നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പീച്ചംപൊട്ടുകാരുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇഫ്ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുടുംബം പണ്ടേ ദീനീപരമായിരുന്നു, ഇനിയും ദീനീപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നതാണ് ആദ്യത്തെ നമ്മുടെ പാഠം. വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മൾ പറയുന്നത് നമ്മളോടാണല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമുള്ള കാര്യം. എങ്ങനെയുള്ള നിർബന്ധം? വേറെ എന്തും നമുക്ക് മാറ്റാം, പക്ഷെ നിഷ്കർഷമായി നമ്മളോട് പറഞ്ഞത് നമുക്ക് മാറ്റാൻ കഴിയില്ല. വസ്ത്രമുടുക്കണം എന്നത് നിഷ്കർഷമായി പറഞ്ഞ കാര്യമാണ്. അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് അഴിച്ചു മാറ്റാൻ പറ്റുന്നതല്ല നമ്മുടെ തറവാടിത്തം എന്ന് പറഞ്ഞാൽ. ഇതേപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രമാണ്, നമ്മുടെ അടിവേരാണ്, നമ്മുടെ ആണിക്കല്ലാണ്.
എല്ലാറ്റിലും ഉപരി നമ്മുടെ സ്പിരിച്വൽ കണ്ടന്റാണ്. അതിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായി നമ്മൾ മാറരുത്. അതാണ് നമ്പർ 1. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ. നമ്മൾ ഇന്ന് പല ആൾക്കാരും അതിന് എതിരല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ വേദന ഒന്നും തോന്നരുത്. ഇന്ന് ഈ കുടുംബ സംഗമത്തിൽ ളുഹ്ർ ഒഴിവാക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അവരും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സ്വന്തം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പുതിയ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന അന്ന് ആ ദിവസത്തിനൊരു പ്രത്യേകമായ മാനദണ്ഡമുണ്ടായി. എൻ്റെ അധ്യാപകനായിരുന്നു അന്ന് സമദാനി സാഹിബ്. 7 വർഷത്തെ ഞാൻ ഒരൊറ്റ ഗസ്റ്റിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സാർ നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. സമദാനി സാഹിബ് അന്ന് കല്യാണത്തിനൊന്നും പോകാത്ത കാലാണ്. ആ സമയത്ത് എൻ്റെ വിവാഹത്തിന് മണിക്കൂറുകളോളം വന്നിരുന്നു. കാരണം അത്ര നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം ക്ഷണിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന ദിവസത്തെയാണ് നമ്മൾ വിവാഹമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള ഓരോ പെൺകുട്ടികളും ആലോചിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പെട്ടതിൻ്റെ പേരിൽ അന്നത്തെ ളുഹറില്ല, അന്നത്തെ അസറില്ല, അന്നത്തെ മഗ്രിബ് പോലുമില്ല. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാകേണ്ടുന്ന ആ ദിവസത്തിൽ പടച്ച തമ്പുരാനെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ സന്തോഷം പോലും ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ദേഷ്യം തോന്നാം, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് അനിഷ്ടം തോന്നാം. അതെനിക്ക് പ്രശ്നമല്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായൊരു കാര്യമാണ്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളിടുന്ന ഗ്ലൂട്ടാത്തയോൺ വലിയ വിലയൊന്നും ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കുന്ന വാഷ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, അതിന് വലിയ വിലയൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ കേരളത്തിൽ അത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുഖങ്ങളൊക്കെ എപ്പോഴും തിളങ്ങി നിൽക്കാറുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബസൂക്കയുടെ നായകനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം അതിട്ടുകൊണ്ട് നിൽക്കാറുണ്ട്. ക്വാളിറ്റി ഉള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തേക്കാൻ പാടില്ല എന്ന് തേച്ചു കൊടുക്കുന്നവർക്കറിയാം. പോസിറ്റീവ് പറയുമ്പോൾ അതും പറയണമല്ലോ. നേരെ മറിച്ചിട്ട് എന്നോട് സിദ്ദീഖ് എന്ന് പറയുന്ന ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള സംവിധായകൻ, അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, മമ്മൂക്ക ഏത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും സൈറ്റിലാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നേരത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കാരവൻ പോലും വാങ്ങിയിട്ടുള്ളത് എന്നാണ്. ഞാനിവിടെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല. സിനിമയിലെ എക്സ്ട്രീം ലെവലിൽ പോയി ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും ടോപ്പ് റേഞ്ചിലെത്തി. എന്നിട്ട് പോലും ആ മനുഷ്യൻ അങ്ങനെ ഉള്ള ഫീൽഡിലായിരുന്നിട്ട് പോലും, അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അതാണല്ലോ, ഫീൽഡിലായിരുന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിഷ്കർഷക്കാരനാണ് എന്ന് പറഞ്ഞത് പ്രശസ്തനായ സംവിധായകനാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നടക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല, ഒരു മാച്ചിങ് നടത്തിയതാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും ഏകനായ തമ്പുരാനെ വിട്ടുകൊണ്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ള അടിസ്ഥാനപരതയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ തറവാടിയായി മാറുന്നത്. കാരണം നമ്മൾ വിശ്വാസികളാണ്. ആ വിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒന്നാമത്തെ കാര്യം പൂർത്തിയാകുന്നത്. നിങ്ങളാണോ ഇവിടെ ഡോക്ടറിനെ ആദരിച്ചു, നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന സർജനാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം മുമ്പിൽ കിടക്കുന്ന ആളുടെ ജീവൻ നമ്മുടെ കരങ്ങളിലല്ല. ഇന്ന് ലോകത്തിൽ എല്ലാറ്റിനും വ്യാഖ്യാനമുണ്ട്. വാട്ട് ഈസ് സോൾ, എന്താണ് ആത്മാവ് എന്നതിന് അധികമൊന്നും വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകുന്ന സമയത്ത് ഓരോ ഡോക്ടർമാരും ചെയ്യേണ്ട പണി എന്താ? വിശ്വാസിയായ ഡോക്ടർ ചെയ്യേണ്ട പണി എന്താ? ആ കുട്ടി ഒരു പക്ഷേ രാമേട്ടൻ്റെ മോനാകട്ടെ, ആ കുട്ടി ഒരു പക്ഷേ ജോസഫിന്റെ മകനാകട്ടെ, ആ കുട്ടി ഒരു പക്ഷേ പാത്തുമ്മയുടെ പേരക്കുട്ടിയാകട്ടെ, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ ആകാശത്തിന്റെ തമ്പുരാനിലേക്ക് നോക്കിയിട്ട് അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, ആളുകൾക്ക് അസുഖങ്ങളെ കൊടുക്കുന്ന തമ്പുരാനെ, നീ ശിഫയാക്കിയതിനെ നീ അല്ലാതൊരു ശിഫയുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ കത്രികകൾക്കിടയിലൂടെ മാലാഖമാരെ പറഞ്ഞയക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ പ്രമാണങ്ങളിലൂടെ വേണം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പോകാൻ. ഞാൻ പലപ്പോഴും സംസാരത്തിൽ സൂചിപ്പിക്കുന്ന വ്യക്തികളെ പോലെ 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഇരിക്കവിടെ, അതിവിടെ പറയരുത് എന്ന് പ്രവാചകനെ കുറിച്ചിട്ട് ബക്കിംഗ്ഹാം പാലസിൽ പറഞ്ഞപ്പോഴേക്ക് ഇരുത്തിയപ്പോ 80 രാജ്യം ഭരിക്കുന്ന ജോർജിന് നേരെ, മിസ്റ്റർ ജോർജ്, if you ask about my nation, firstly, secondly, finally, I'm an Indian. Mr. George, if you ask about my religion, firstly, secondly, finally, I'm a Muslim എന്ന് പറഞ്ഞിട്ടുള്ള പഴയകാല നേതാക്കന്മാരുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അതായിരുന്നു. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണ് മിസ്റ്റർ ജോർജ്.
ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്ന എൻ്റെ മതത്തെക്കുറിച്ചാണ്. ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, കുട്ടികളാകട്ടെ യുവാക്കളാകട്ടെ, പീച്ചം വീട്ടിലെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു വല്ലാത്ത ഒരു ലോകത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ക്യാമ്പസിലെത്തുമ്പോൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈസ് അല്ലാഹ് ഈസ് അലൈവ്, ദൈവമുണ്ടോ, വാട്ട്സ് ദ പ്രൂഫ്, എന്താണ് അതിൻ്റെ തെളിവ് എന്ന്. ആ സമയത്ത് ഇന്റലക്ച്വലി മറുപടി കൊടുക്കാൻ പീച്ചം വീട്ടിലെ കുട്ടികൾക്ക് സാധിക്കണം. കേരളത്തിൽ അറിയപ്പെടുന്ന കുറെ എത്തീസ്റ്റുകൾ ഇപ്പൊ അവർ പ്രത്യക്ഷത്തിൽ സംസാരം നിർത്തി തുടങ്ങി. കാരണം എന്താണെന്നറിയോ? IIT-യിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള PhD കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ പിന്നെ രംഗപ്രവേശനം നടത്തിയതോടെ അവർ യൂട്യൂബ് ചാനലിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഡിബേറ്റിന് വരുന്നില്ല. കാരണം ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറുടെ വിവരമല്ല IIT-യിൽ നിന്ന് PhD കഴിഞ്ഞ കുട്ടികൾക്കുണ്ടാവുക. സയൻസിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് അവർ കയറിയിട്ടുണ്ടാകും. അത് നമ്മുടെ കുട്ടികളെ ആ ഒരു ലോകത്തിലേക്ക് പറഞ്ഞു വിടുക. ഏറ്റവും ടോപ്പ് റേഞ്ചിലെ എഡ്യൂക്കേഷനിലേക്ക് നമ്മുടെ കുട്ടികൾ കയറട്ടെ. ഇവിടെ നിങ്ങൾ ആദരിക്കപ്പെട്ട കുട്ടികൾ, അവരെ ആദരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതിലും റേഞ്ച് കൂടിയ കുട്ടികളായി നമ്മുടെ ഓരോ കുട്ടികളെയും മാറ്റുക. അങ്ങനെ മാറ്റുമ്പോഴാണ് പ്രൗഢമായ ഒരു ഫാമിലിയായി നമ്മൾ മാറുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത് എന്താണെന്നറിയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മുടെ റോൾ മോഡൽ. വേറെ കുറേ റോൾ മോഡൽസ് ഉണ്ടാകും, പക്ഷേ ഈ റോൾ മോഡൽ വിട്ടുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോകില്ല എന്ന സുസ്ഥിരമായ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നമുക്ക് റോൾ മോഡൽ ഒന്നേ ഉള്ളൂ, അത് സയ്യിദുൽ മുർസലീനാണ്. എല്ലാ മനുഷ്യരുടെയും നേതാക്കന്മാരായ മുർസലീങ്ങളുടെയും നേതാവാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സിഗ്നേച്ചറിലൂടെ കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്ന നിഷ്കർഷം നമുക്കുണ്ടാകലാണ്. മൂന്നാമത്തത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തത് എന്താണെന്നറിയോ? ആ സാധനത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു എന്ന് കുടുംബത്തെ വ്യക്തമാക്കി കൊടുക്കലാണ്. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം ഇവിടെയുള്ള 91-കാരനായ വെല്ലിപ്പയുടെ കയ്യം പിടിച്ചോണ്ട് ഇവിടെ ഷാളിട്ട് കൊടുത്തു. നിങ്ങൾ ആ ഷാളിട്ട് കൊടുത്തതുണ്ടല്ലോ, ഏറ്റവും നല്ല ആദരം തന്നെ. ഞാൻ നിങ്ങളെ ഏറ്റവും നന്നായി ആദരിക്കുന്നു. ആ ആദരം നിങ്ങൾ കൊടുത്തതുകൊണ്ട് പീച്ചം വീട്ടിലെ പോസിറ്റീവായിട്ട് പറഞ്ഞോട്ടെ. ഞാൻ കുറച്ച് ആക്രോശത്തോടെ പറയുന്നു എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞോട്ടെ, അവരെ നിങ്ങൾ ആദരിച്ചു. പക്ഷേ അവർ വീട്ടിലെത്തുമ്പോൾ, ഈ പാവം മനുഷ്യൻ വീട്ടിലെത്തുമ്പോൾ, ആ സമയത്ത് അവിടെയുള്ള മരുമക്കളും മക്കളും പേരക്കുട്ടികളുമൊക്കെ അദ്ദേഹത്തിന് ചെറുതായെങ്കിലും എതിരാവുകയും അറിയാതെ വന്ന് കണ്ണുനീർ പൊഴിക്കുകയും ചെയ്താൽ പിന്നെ പീച്ചം വീട്ടിൽ കുടുംബത്തിലെ ഈ ആദരത്തിന് എന്തർത്ഥമാണുള്ളത്? സത്യത്തിൽ ആദരിക്കേണ്ടത് ആരാണ്? സ്റ്റേജിൽ വിളിച്ചിട്ട് നമ്മൾ ആദരിക്കുന്നതിനേക്കാൾ ആദരം കൊടുക്കേണ്ടത് അദ്ദേഹം ചോറ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ വളണ്ടിയേഴ്സ് കൈപിടിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ തന്നെ കൈപിടിച്ചുകൊണ്ട് പോകട്ടെ. ഇവിടെ പ്രായം ചെന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട്. ആ വളണ്ടിയേഴ്സ് അല്ല ഇന്ന് ചെയ്യേണ്ടത്, അവരത് ചെയ്യും വൃത്തിയായി. പക്ഷെ നിങ്ങളെന്ന മകൻ, നിങ്ങളെന്ന മകൾ, അവരായിരിക്കണം കൈപിടിക്കേണ്ടത്. ആ കൈപിടുത്തം ഇന്ന് മാത്രം പോരാ. വീട്ടിലെത്തിയിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വടിയും താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാമഹനാണ് എന്നുള്ള ആ അർത്ഥത്തിൽ നമ്മളവരോട് സമ്മതം ചോദിക്കലാണ്. ഏതിനൊക്കെ സമ്മതം എന്നറിയോ? വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ അവർക്കറിയില്ല തീരുമാനിക്കാൻ, കാരണം ആ കാലൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കാളി എന്നേ പറയുള്ളൂ ആ പാവങ്ങൾ. പക്ഷേ ഉപ്പ എന്താ നമ്മൾ വെക്കേണ്ടത്? നെയ്ച്ചോറ് വെക്കണോ ബിരിയാണി വെക്കണോ? ഒന്ന് ചോദിച്ചേക്ക്. ആ പാവം പറയും, ബിരിയാണി വെച്ചോളിയും, കുറച്ച് നെയ്ച്ചോറുണ്ടായ തിരക്കടില്ല. പഴയ ഓർമ്മയുടെ നെയ്ച്ചോറിലേക്ക് കടന്നു പോകും. അതേ എന്ന് നമ്മൾ പറയണം. കാരണം അവരുടെ വാക്കുകൾക്ക് 1000 യുവാക്കളേക്കാൾ നമ്മൾ വില കൊടുക്കണം. അവരുടെ വാക്കുകൾക്ക് 1000 സ്ത്രീകളേക്കാൾ നമ്മൾ വില കൊടുക്കണം. കാരണം അവർ തരിച്ച ത്യാഗങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ പീച്ചം വീട്ടിലിങ്ങനെ കൂടിയിരിക്കണില്ലേ? അവരോടൊന്ന് ചോദിച്ചു നോക്ക്. എല്ലാവരും വലിയ പ്രമാണികളൊന്നും ആവില്ല. കൈക്കോട്ട് കളച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് കുടുംബത്തെ നോക്കിയ ഒരുപാട് പിതാമഹന്മാരുണ്ട്. നിങ്ങളിൽ പല പേരക്കുട്ടികളെയും ചുമലിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ശീലമുണ്ടവർക്ക്. ഞാൻ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് കേരട, ഞാൻ കാണാത്തതും കാണട എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിപ്പിച്ചൊരു വെല്ലിപ്പയുണ്ട്. ഇന്ന് ആ വെല്ലിപ്പമാരൊക്കെ സൈഡായിരിക്കുകയാണ്. ഓരോ കുടുംബത്തിലും സൈഡാണ്. ഒരു കുടുംബത്തിൽ കേട്ട വാർത്ത, അവിടെ കുറച്ച് ആളുകൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ടീം പോയപ്പോൾ പേരക്ക ജ്യൂസ് കൊടുത്തതാണ്. പേരക്ക ജ്യൂസ് കൊടുത്തപ്പോൾ മരോള് വന്ന് തടയാണ്. ആ ജ്യൂസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതെന്തേ പെങ്ങളെ എന്ന് ഈ സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ടീം ചോദിക്കുമ്പോൾ, ഈ പേരക്ക ജ്യൂസ് കൊടുത്താൽ വയറ്റിന്ന് പോകുമല്ലോ, പേരക്ക ജ്യൂസ് അതിനും കൂടി ഉള്ളതാണ്, വയറ്റിന്ന് പോകുമല്ലോ, ആരാ അവിടെ കഴുകാൻ? നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വേറെ തൊഴിലാളികളാക്കി മാറ്റിയിട്ട്
മരുമക്കളോ മക്കളോ നോക്കാതെ ആർക്കും വേണ്ടാതെ സൈഡാക്കി കിടക്കുന്ന ഏതെങ്കിലും ബെഡിൽ കിടക്കുന്ന പിതാമഹന്മാരായി നമ്മൾ ഒരിക്കലും മാറരുത്. ബ്രൂണൈ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, പോയവരെ കൂട്ടത്തിൽ ഉണ്ടാകാം. എന്നെ അതിശയിപ്പിച്ചൊരു രംഗം, എല്ലാ ഞായറാഴ്ചയും ബെഡിൽ കിടക്കുന്ന രോഗികളായ വല്ലിപ്പമാരും വല്യമ്മമാരെയും വെച്ചിട്ട് അവരേതെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ബെഡിൽ കിടത്തിക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും. അത് ബ്രൂണൈയുടെ ഒരു കൾച്ചറാണ്. പ്രായം ചെന്ന ആളുകളെ എങ്ങനെയാണ് മാനിക്കേണ്ടത് എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരും. നിങ്ങളറിയോ, ഈ 91 വയസ്സായ ആൾക്കാർ ഒരു പക്ഷേ ജുമാക്ക് തന്നെ പോയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. ഒന്ന് മകനോ പേരക്കുട്ടിയോ ഒന്ന് അധ്വാനിച്ചിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ജുമാക്കെങ്കിലും അവർക്ക് പോകാമായിരുന്നേനെ. ഇങ്ങനെ അവരെ നല്ല ശുദ്ധമായി നോക്കുന്ന ഒരു കുടുംബമായി ഈ പീച്ചമ്പുട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ മാറണം. നമ്പർ 2, നിങ്ങളിപ്പോൾ അവിടെ സ്ത്രീകളെ ആദരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആ സ്ത്രീകൾ പാവങ്ങൾ, എത്രയോ കാലങ്ങളായി നമുക്ക് വേണ്ടി എല്ലാം ചെയ്തവർ, ഒരു പിടി അരി കൊണ്ട് മാത്രം മദ്രസയെയും പള്ളിയെയും കൊണ്ടു നടന്നവർ. ആ പാവപ്പെട്ട ആളുകളെ ചുംബനം കൊടുത്ത് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. മരുമക്കൾ അതിനുള്ളതാണ്. മക്കളേക്കാൾ പ്രാധാന്യം മരുമക്കൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു മകള്, എൻ്റെ മകൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവൾക്കിപ്പോൾ 19ാമത്തെ വയസ്സാണ്. 19ഓ 20ഓ വയസ്സ് വരെ എൻ്റെ വീട്ടിൽ നിൽക്കൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും നിൽക്കേണ്ടത് അപ്പുറത്താണ് നമ്മുടെ ഒരു സംസ്കാരപ്രകാരം. അപ്പൊ സത്യത്തിൽ സ്വന്തം ഉമ്മയേക്കാൾ ഒരു പക്ഷെ ആദരിക്കേണ്ടി വരുന്നൊരു വ്യക്തിത്വമായി അമ്മായിമ്മ മാറും. ആ അമ്മായിമ്മമാരെ സ്വന്തം ഉമ്മയെപ്പോലെ കണ്ടുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രിയങ്കരിയായ കൂട്ടുകാരി സാഹിബയായി നമ്മൾ മാറണം. സാഹിബ എന്നാണ് അറബിയിൽ അതിന് പറയുക. സാഹിബ് എന്ന് പറഞ്ഞതിൻ്റെ സ്ത്രീലിംഗാണ് സാഹിബ. കാരണം ഇവിടെ തന്നെ ഒരു പക്ഷേ ഉണ്ടാകാം, ഏതെങ്കിലും അമ്മായിമ്മയുണ്ടാകാം എന്നും വീട്ടിൽ കരയുന്ന അമ്മായിമ്മമാർ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഉസ്താദ് നിങ്ങൾ അങ്ങനെ നല്ല പറഞ്ഞു കൊടുക്കുന്ന മരുമക്കൾ കേട്ടോട്ടെ എന്നല്ല, നമ്മളും വിചാരിക്കേണ്ട ചില കാര്യമുണ്ട്. നമ്മൾ സ്വന്തം മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നത് പോലെ നമ്മുടെ മരുമക്കൾക്ക് ഇത് കൊടുക്കണം. ചിലപ്പോൾ ജീവിതത്തിൽ മരുമക്കളെ ചുംബനം കൊടുക്കാത്ത അമ്മായിമാരുണ്ടാവും. ജീവിതത്തിൽ പീച്ചം വീട്ടിലുണ്ടാവില്ല കേട്ടോ. ഹജ്ജിന് പോകുമ്പോൾ മാത്രം കൊടുത്താൽ പോരാ, ഉംറക്ക് പോകുമ്പോൾ മാത്രം കൊടുത്താൽ പോരാ. കൊടുക്കേണ്ടത് നെഞ്ചിൽ ചേർത്തുകൊണ്ടാണ്, തൻ്റെ മകളെപ്പോലെ കാണുമ്പോഴാണ്. മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. മക്കൾക്ക് മുകളിൽ മാതാവ് സ്വർഗമായി നിന്ന് കൊടുക്കണമെന്ന്, മക്കൾക്ക് മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം മാതാക്കളെന്ന്. ആ ഒരു ലെവലിലായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, കൊടുക്കേണ്ടത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ പ്രായം കുറഞ്ഞിട്ടുള്ള മരുമക്കളോട് നിങ്ങളുടെ കൈകളിൽ ഇപ്പം കൊച്ചു കുരുന്നുകളുണ്ട്. 2 വയസ്സ്, 1 വയസ്സ്, 1.5 വയസ്സ്, ചിലപ്പോൾ 6 മാസം ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉമ്മയോട് ശകാരം നടത്തുമ്പോൾ വാപ്പയോട് നിങ്ങൾ ശകാരിക്കുമ്പോൾ ജസ്റ്റ് തൊട്ടിലേക്കൊന്ന് നോക്കുക. ആ കുട്ടി ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് കാലൊന്ന് അനക്കുന്നുണ്ടാകും. ആ അനക്കത്തിൻ്റെ ഒരു സിമ്പൽ ഉണ്ട്, എന്താണെന്നറിയോ? അവിടെ മനസ്സ് പിടക്കുമ്പോൾ ഇവിടെ കാല് പിടക്കുകയാണ്. ആ മനസ്സ് പിടച്ചാൽ ഉറപ്പായിട്ടും ഈ കാല് പിടക്കും. ആ കാണുന്ന പിതാവിൻ്റെ മനസ്സാണ് നിങ്ങൾ പിടപ്പിച്ചത്. ആ പാവം വല്യമ്മാന്റെ മനസ്സാണ് നിങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ തൊട്ടിലിൽ കിടന്നിട്ട് കുട്ടിയുടെ കാലൊന്ന് പിടക്കും. അത് അന്നത്തേക്കുള്ള പിടക്കലല്ല, ഞാൻ സിംബോളിക്കായി പറഞ്ഞോട്ടെ. അത് 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിലേക്കുള്ള ആട്ടമാണത്. ആ ആട്ടത്തിന്റെ തുടക്കമാണത്. സ്വന്തം മാതാക്കളെ ശകാരിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളിൽ നിന്ന് ചവിട്ട് കിട്ടാതെ നിങ്ങളാരും അസ്തമിച്ചു പോകില്ല എന്ന സിമ്പലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവിടെ നമ്മുടെ മക്കളെ നല്ലപോലെ വളർത്തിയിട്ട് അവരൊക്കെ നമ്മളോട് നല്ല രീതിയിലാകുമെന്ന തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. നമ്മുടെ മാതാക്കളോട് നമ്മൾ ശകാരമാണ് നടത്തിയതെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് അടിയായിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് നമ്മൾ. കാരണം പലിശ ഹറാമാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് ശിക്ഷ തരുന്നതിൽ അതിൽ വലിയ കാരണങ്ങളൊന്നുമില്ല. പലിശ അടക്കായിരിക്കും ചിലപ്പോൾ തിരിച്ചു തരിക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ നമ്മൾ കാരണവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. 1. നമ്പർ 2, നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുക എന്നതാണ്. അധിക സമയമില്ല എന്നതുകൊണ്ട് ചുരുക്കട്ടെ. ദാ ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ്. എങ്ങനെ കുട്ടികളെ മനസ്സിലാക്കല്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. 10 വയസ്സ് മുതൽ ഇങ്ങോട്ട് 15 വയസ്സ് വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, അഥവാ 2010 ജനിച്ച് 2015 വരെയുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ പറയുന്ന പേര് ആൽഫ ജനറേഷൻ എന്നാണ്. നിങ്ങൾ നോക്കിക്കോ, ആൽഫ ജനറേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ 2015 മുതൽ 2030 വരെയുള്ള 2025 മുതൽ 2040 വരെയുള്ള കാലം ബീറ്റ കാലഘട്ടമാണ്.
2040 മുതൽ അങ്ങോട്ട് 2055 വരെയുള്ള കാലം ഗാമ കാലഘട്ടമാണ്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, നിങ്ങൾക്കത് പരിധി നോക്കാം. ഇത് ഓരോരോ എപ്പിസോഡുകളാണ്, ഓരോരോ കാലഘട്ടങ്ങളാണ്. ഇപ്പോൾ അൽഫയാണ് നടക്കുന്നത്. സെഡ് കഴിഞ്ഞിട്ട് നേരെ അൽഫയിലേക്ക് കടന്നു. അൽഫ കുട്ടികളുടെ പ്രത്യേകത എന്താ? അൽഫ കുട്ടികൾ നിന്ന് ടെക്നോളജിയിൽ ജനിച്ചു, ടെക്നോളജിയിൽ വളർന്നു, ടെക്നോളജിയിലെ മരിക്കൂ. അതാണ് അൽഫ ജനറേഷൻ. ജനിക്കുമ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ജനിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ട്. അവർ ജനിച്ചപ്പോൾ തന്നെ യൂട്യൂബ് ഉണ്ട്, അവർ ജനിച്ചപ്പോൾ തന്നെ ഫേസ്ബുക്കും ഈ പറയുന്ന വാട്സപ്പും ഉണ്ട്. അതുകൊണ്ട് ആ ലോകത്തിലൂടെ വന്ന് പിന്നെയും അതിൻ്റെ ടോപ്പ് റേഞ്ചിലേക്ക് പോയി അങ്ങനെ തന്നെ ജീവിക്കുന്ന കുട്ടികളെയാണ് അൽഫ ജനറേഷൻ എന്ന് പറയുക. അതുകൊണ്ട് അൽഫ ജനറേഷനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്? അവരെ മനസ്സിലാക്കണം നമ്മൾ. അവർക്ക് ചില ഇമോഷൻസ് ഉണ്ട്, ആ ഇമോഷൻസിനെ നമ്മൾ വായിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കണം. ആ പറയാനുള്ളത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മയോട് കഥ പറയാൻ അവരിയ്ക്കില്ല, പക്ഷേ ഉമ്മയുടെ അടുക്കൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഇരുന്നാൽ അവരെ ഒന്ന് ചാരത്ത് ചേർത്ത് അവരെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി അൽഫ ജനറേഷനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് ജസ്റ്റ് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കലും ഒരു ഉമ്മ കൊടുക്കലും ഒന്ന് കൈകൊണ്ടെന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കലും പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് നിർബന്ധം. ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോൾ ഉമ്മയോട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി പറയും. ICICIക്ക് ചിലപ്പോൾ ഈ കിക്കി എന്നൊക്കെ പറയും. അത് നമ്മൾ ഹി 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 എന്നാണ് ചിരിക്കരുത്. അവരുടെ ലാംഗ്വേജ് അതാണ്. ICICIക്ക് ചിലപ്പോൾ ഈ കിക്കി എന്ന് പറയും, പറഞ്ഞോട്ടെ. അവർ ചിലപ്പം പഠിക്കുന്ന കുട്ടികളെ പടു എന്ന് വിളിക്കും, അത് അവരുടെ ലാംഗ്വേജാണ്. ചിലപ്പോൾ ഉമ്മാൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന കുട്ടികളെ അവന് ഉമ്മൻ്റെ ചോക്ലേറ്റ് പോയാണെന്ന് പറയട്ടെ. ഇതൊക്കെ പറയുമ്പോൾ അതിനെ മെല്ലെ മെല്ലെ തിരുത്തി കൊടുക്കാൻ പറ്റുന്നൊരു അവസ്ഥ നമുക്കുണ്ടാകണം. ഒരു കുട്ടി മുടി അങ്ങോട്ട് വെട്ടി വന്നു വെക്കുക, ആകെ അങ്ങോട്ട് പൊതളിപ്പിച്ചിട്ട് ഇങ്ങനെ രസകരമാക്കി ഇങ്ങനെ വന്ന് എന്നിട്ട് ഉമ്മാൻ്റെ മുമ്പ് രണ്ടാക്കലും. അപ്പം നിങ്ങളെന്താ സാധാരണ ചെയ്യുക? വേഗം ഒരു 200 ഉറുപ്പിക എടുത്തെടുത്ത് വേഗം പോയിട്ട് വെട്ടിയിട്ട് പോകാന്ന് പറയും. നേരെ സമയത്ത് പുതിയ ജനറേഷനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അവർക്ക് കൈ കൊടുക്കണം. ഫസ്റ്റിൽ വെട്ടി വന്ന സമയത്ത് തന്നെ ഒറ്റ കൈ കൊടുക്കണം. ഉസ്താദ്മാരോട് ക്ഷമിക്കണോ, ഞാൻ പറഞ്ഞ ഇപ്പോൾ സൈക്കോളജിയാണ്. കൈ എടുത്തിട്ട് ഉഷാറായിട്ടുണ്ടെന്ന് പറയാം, അതൊരു അപ്രിസിയേഷനാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കുറച്ച് ഓവറായിട്ടുണ്ട്, ഒന്ന് കുറക്കലേ. അപ്പം അവൻ സ്വീകരിക്കും. നേരെ മറിച്ചത് ആദ്യം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പായിപ്പിക്കരുത്. കുട്ടികൾക്ക് പ്രമോഷൻ കൊടുത്തിട്ട് കുട്ടികൾ എന്താക്കാവൂ? അവർക്ക് ഉപദേശം കൊടുക്കാവൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മദ്യപിക്കാൻ എനിക്ക് അവകാശം തരുമോ എന്ന് ചോദിച്ച ചോദ്യത്തോട് ഒറ്റയടിക്കല്ല മറുപടി പറഞ്ഞത്. അതിലേറെ ഗൗരവമുള്ള ചോദ്യം ചോദിച്ചു. ഹദീസിൽ നമുക്ക് കാണാം, ഒരു വളരെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെയും ആ മോശത്തരത്തിൻ്റെ ചിന്തകൾ വന്ന ആളോട് വിശ്വാസം കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ആ പെൺകുട്ടിയെ കാമിക്കാൻ എനിക്ക് മോഹമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ആദ്യം തന്നെ പറഞ്ഞത് ഇറങ്ങിപ്പോടാ എന്ന വാക്കല്ല. പകരം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, മോനെ ആകാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കാര്യം നിന്നോട് പറയട്ടെ, ആ കുട്ടി ആരുടെയും പെങ്ങളാകരുത്, ആ കുട്ടി ആരുടെയും ഉമ്മയാകരുത്, ആ കുട്ടി ആരുടെയും മകളാകരുത്, ആ കുട്ടി ആരുടെയും എന്താകരുത്? പെങ്ങളോ ഉമ്മയോ മകളോ ഒന്നുമാകരുത്. അങ്ങനെയുള്ള ആളുകളോടാകാം. അയാൾ അങ്ങനെ ഭൂമിയിലൊരു മനുഷ്യണ്ടാവുമോ? ഒന്നുകിൽ ആരെങ്കിലും ഒരു മോളായിരിക്കും അത്, അല്ലെങ്കിൽ ആരെങ്കിലും പെങ്ങളായിരിക്കും അത്, അല്ലെങ്കിൽ ആരെയെങ്കിലും എന്തായിരിക്കും അത്? ഉമ്മയായിരിക്കും അത്. അങ്ങനെ അല്ലാതെ ഒരു പെണ്ണുങ്ങളില്ലല്ലോ ഇവിടെ. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ ഒരാളുടെ മോളായി ജനിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാ കൈകാര്യം ചെയ്തത്. അവിടെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ ഒരു MDMA അടിക്കുന്ന ഒരാളുണ്ടെന്ന് വെക്കുക. അയാളെ ഒറ്റപ്പെടുത്തി ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്ത് ഇന്നവൻ അത് അടിക്കുന്നവനാണ്, ആരും അവനോടുള്ള സമ്പർക്കം പാടില്ല എന്ന് മഹല്ലിൻ്റെ നിഷ്കാസനമോ അല്ലെങ്കിൽ നിസ്സഹകരണമോ കുടുംബത്തിൽ നിന്ന് അകറ്റലോ അല്ല അതിൻ്റെ പ്രതിവിധി അവനെ ശരിക്കും വായിച്ചു മനസ്സിലാക്കി. എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയി, എന്തുകൊണ്ട് അവൻ MDMAയിലേക്ക് പോയി? അതിൻ്റെ പിന്നാമ്പുറം തിരയുമ്പോൾ അവിടെ ഉമ്മക്കൊരു പങ്കുണ്ടാവും, ബാപ്പാക്കൊരു പങ്കുണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കും. ഉമ്മാൻ്റെ പങ്കെന്താണെന്നറിയോ? അവൻ ആ ചങ്ക് ബ്രോ സ്നേഹിക്കുന്നത് പോലെ ഉമ്മാക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടെത്തും. വീട്ടിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടിയില്ല എന്ന കാരണം കണ്ടെത്തും. വീട്ടിൽ നിന്ന് നെഞ്ചിൽ ചേർത്തില്ല എന്ന കാരണം കണ്ടെത്തും. ഉമ്മ പ്രിയങ്കരിയായ കൂട്ടുകാരിയായി നിന്നുകൊടുത്തില്ല എന്ന കാരണം കണ്ടെത്തും. എല്ലാ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾക്കും ഇതിൽ ചില പങ്കുകളൊക്കെ ഉണ്ടാവും. റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലുന്ന സമയത്തുള്ള വാർത്ത നിങ്ങൾ അറിയില്ലേ? അമ്മയുടെ ചെവി കടിച്ചു മുറിച്ചപ്പോൾ പോലീസുകാരെ മാറ്റിയപ്പോൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വാക്ക് ഇതായിരുന്നു,
ആ തള്ളയാണ് എന്നെ കക്കാൻ പഠിപ്പിച്ചത് എന്നാണ്. കേരളം കണ്ട ഭീകരനായ കൊലയാളി പറഞ്ഞ വാക്കാണ്, ആ തള്ളയാണ് എന്നെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത് എന്ന്. അപ്പൊ എങ്ങനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചു? ചെറുപ്പത്തിൽ അയൽവാസിയുടെ പന്ത് കട്ടുകൊണ്ടുവരുമ്പോ, ചെറുപ്പത്തിൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമ്പോ, മോനെ ഇത് കളവാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ചിരിച്ചുകൊണ്ട് നിന്നു എന്നതാണ്. ആ ഒരു ലെവലിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും അതിൽ പങ്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാ, ഞാൻ സ്നേഹത്തോടെ പറയാണ്, മനസ്സിൻ്റെ വികാരത്തിൽ നിന്ന് പറയുന്നു, നമ്മുടെ മക്കൾ അതിലേക്ക് ആയിപ്പോകാതിരിക്കാൻ നിങ്ങളവരെ തലോടണം. നമ്മുടെ മക്കളെ മുത്തം വെക്കണം. നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണം. ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. കുട്ടി പറയാണ്, ഉമ്മ എനിക്ക് ഇന്നത് കിട്ടണം എന്നൊരു മോഹമുണ്ട്, അത് നിങ്ങളൊരു കണ്ടീഷൻ വെച്ചോ. ഉദാഹരണത്തിന് സൈക്കിൾ ചോദിക്കാൻ, പ്രത്യേകിച്ച് 15,000 20,000 രൂപയുടെ അത് ഗിയറുള്ള സൈക്കിൾ ചോദിക്കാൻ. ആ സമയത്ത് നിങ്ങൾ പറയണം, വാങ്ങിത്തരാം മോനെ, പക്ഷേ നീ +2 കഴിഞ്ഞിട്ട് +2 എല്ലാറ്റിലും A+ വാങ്ങുമ്പോൾ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കോ. കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞതെന്നറിയോ? അത് പറഞ്ഞിട്ട് നിങ്ങളെ മോഹിപ്പിക്കാനൊന്നുമല്ല. കണ്ടീഷൻ വെക്കുമ്പോൾ അത് ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. അങ്ങനെ തന്നെയല്ലേ ഓരോ കാര്യങ്ങളും ഓഫർ വരുമ്പോഴാണ്. അല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ പോകുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കണ്ടീഷനാണ് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ ദുർവ്യാഖ്യാനം നടത്താനല്ല. അഥവാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗരഭ്യം ഒരു പക്ഷേ എന്തായിരിക്കാം? ഈ പറയുന്ന നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംസർഗങ്ങളാകാം. അതിനൊക്കെ മലയാള ഭാഷയുടെ വേറെ ഭാഷകളൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ആ സംസർഗമാണ് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നതെങ്കിൽ, സംസർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ അപാരതയിലുണ്ട് എന്ന് പറയുന്നത് പാതിരാവിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ലക്ഷ്യം വെക്കാനല്ല. മനുഷ്യനെ ഉത്തേജിപ്പിക്കുക എന്നത്, മോട്ടിവേറ്റ് ചെയ്യുക എന്നത്, അവനെക്കുറിച്ച് പറയുക എന്നത് അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇതേപോലെ കുട്ടികൾക്ക് നിങ്ങൾ ഓഫർ ചെയ്ത് കൊടുക്കുക. ഈ അടുത്തിടെ എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കാതെ വന്നിരിക്കുകയാണ് മദ്രസയിൽ നിന്ന്. അപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. ഞാൻ ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആദ്യത്തെ 10 ജ്യൂസ് നേരത്തെ പഠിച്ചിട്ട് പിന്നെ കളിയിൽ കുടുങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഹിഫ്ള് പൂർത്തിയാക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു, അതായത് അന്ന് അവൻ വീട്ടിൽ നിന്ന് വന്നത് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ഒരിക്കലും ഇനി ഹിഫ്ള് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് പഠിക്കണ മോനുമാണ്. ഞാൻ അവനൊരു ഓഫർ കൊടുത്തു. എന്തെന്ന് ചോദിച്ചാൽ, ഹിഫ്ള് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. 25,000 രൂപേൻ്റെ സാധനം എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. 25,000 രൂപയ്ക്ക് ഒരു ഹാഫിളാകുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചു. അതിൽ കുട്ടി സമ്മതിച്ചിട്ടൊരൊറ്റ പോക്കാണ്. ഓഫറുകൾ കുട്ടികളെ വല്ലാണ്ട് മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മളെ സമയം ഒരു ഓഫറും കൊടുക്കൂല. ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ 5,000 10,000 ഒക്കെ എണ്ണണ് കുട്ടി കാണുന്നുണ്ട്. കുട്ടി അവർ പറയണം, ഉമ്മാക്ക് ഒരു 50 രൂപയാണ് മിഠായി അങ്ങനെ തന്നെ കൊടുക്കൂല. പിന്നെ അവൻ അയൽവാസിൻ്റെ അടുത്ത് നിന്ന് മോട്ടിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? കുട്ടികൾ വഷളാകുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്, വഷളാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? വഷളാകുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്, വഷളാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യരുത്, അത്രമാത്രം കൊടുക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് മിഠായിക്കൊക്കെ പൈസ ചോദിക്കുമ്പോൾ അവനിപ്പോൾ പറയാണ്, എന്ത് എനിക്ക് പിസ വേണം, എനിക്കത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ അതൊന്ന് കൊടുന്നു കൊടുക്ക്. നിങ്ങൾ കൊടുക്കുന്നവരെന്നെയാണ് എല്ലാന്നല്ല. എന്നിട്ട് ചില പിശുക്കത്തിന്മാരിപ്പോഴുണ്ട്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് മെല്ലെ മെല്ലെ കുറി കൂടിയിട്ട് ആഭരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. നിങ്ങളെ പീച്ചമ്പൂട്ടിൽ കുടുംബത്തിലുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആഭരണം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? അതിന് പകരം നമ്മുടെ കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുടുംബത്തോട് പറയുന്നു, സംസാരം നീട്ടുകയല്ല, ഇതിൻ്റെ പ്രതിവിധിയിൽപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഒന്ന് ഔട്ടിങ്ങിന് പോകണം. ഇപ്പോഴും കച്ചവടക്കാരായ പല ആൾക്കാരും അതിന് നിൽക്കുന്നില്ല, അവർക്ക് ഷോപ്പാണ്. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൊണ്ട് ടൂറ് പോകണം. താമസിച്ചിട്ട് കുറേ പൈസ ചിലവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോകണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഇഷ്ടം പോലെ കൊണ്ടുകൊണ്ട് നിന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും. ഞാൻ ഹോട്ടലുകാർക്ക് ബില്ലുണ്ടാക്കി കൊടുക്കല, നിങ്ങൾ ചെറിയ ഭക്ഷണം കഴിച്ചാൽ മതി. അടുക്കളയിൽ നിന്ന് ഇവരെ ഒന്ന് മോചിപ്പിക്കണം. എല്ലാ പെണ്ണുങ്ങളും നേരം വെളുത്തിട്ട് ഇങ്ങനെ സുബഹിസ്കരിച്ചിരിക്കുക, പടച്ചോനെ ഞാൻ അംഗം വെട്ടാൻ ഇറങ്ങണമല്ലോ എന്നുള്ളതാണ്. അടുക്കള അവർക്കൊരു അംഗമുറയായിട്ട് തോന്നുകയാണ്. അതിൽ നിന്ന് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഓഫർ കൊടുത്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തുക്കും. എന്തുകൊണ്ടാണ് കമ്പനിയിൽ വലിയ സ്ട്രെസ്സോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തുക്കുന്നത്? ഞായറാഴ്ച വരാനുണ്ടല്ലോ എന്ന ചിന്തയിൽ നിന്നാണ്. കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കണം. ഇതേപോലെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ കൂടിയിരുന്നിട്ട് ആ വീട്ടിലുള്ള കുടുംബനാഥൻ ഒരു പ്രതാപിയാണെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. മോൻ്റെ പഠനത്തെക്കുറിച്ച്, നമ്മളെ ഖുർആന്റെ പഠനത്തെക്കുറിച്ച്, വിശുദ്ധമാക്കപ്പെട്ട പഠനങ്ങളെക്കുറിച്ചിട്ട്
ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു ഡിസ്കഷൻ, ഫാമിലി ഡിസ്കഷൻ എന്ന് പറയും, മഷൂറ എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനെ വിളിച്ചോളൂ. ഇത് നിർബന്ധം. നിങ്ങൾ ഉയർന്നു പോയ ആളുകളെ മുഴുവൻ നോക്ക്, അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവായിരിക്കും ഒരു പക്ഷേ. അത് ആഴ്ചയിൽ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ആ കുട്ടിയെ വെച്ച് ലക്ഷ്യം വെക്കണം നിങ്ങൾ, അതിമനോഹരമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയുണ്ടെങ്കിൽ 20 വയസ്സാകുമ്പോൾ അവൻ എവിടെ എത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. എന്നാലും പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ വെച്ച് ലക്ഷ്യം വെച്ചിരുന്നു. എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഇന്ന മകൻ, ഇപ്പം മാഷൂക്ക് എന്ന് പറയുന്ന മകൻ UK ഇന്ന കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിയണമെന്നും അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിയണമെന്നും അവനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് 5ാമത്തെ വയസ്സിലാണ്. അവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവനൊരു ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നാട്ടിൽ വന്ന് വീണ്ടും PGക്ക് വേണ്ടി പോയിരിക്കുകയാണ് ടോപ്പ് റേഞ്ചിലുള്ള ഒരു കോളേജിലേക്ക്. ഞാൻ ആ സ്വപ്നം കാണുന്നത് അവന് 5 വയസ്സുള്ള സമയത്താണ്. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. മനുഷ്യന്റെ കിനാവുകൾ ഏറ്റവും ശക്തമായ ഒരു എനർജിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വെച്ച് നമ്മൾ സ്വപ്നം കാണണം. എൻ്റെ ഉമ്മയെ വെച്ച് ഞാൻ സ്വപ്നം കാണണം. ഉമ്മമാരുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മ 15 വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, നിങ്ങളൊരു വീട് വെക്കുന്നുവെങ്കിൽ ആ വീടിൻ്റെ ഉദ്ഘാടനം എൻ്റെ ഉമ്മയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കുമെന്ന് നിങ്ങൾ എന്താക്കണം, മനസ്സിൽ ശാഠ്യം പിടിക്കണം. നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോളൂ, ഉസ്താദുമാരെ വിളിച്ചോളൂ, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോളൂ. ചാവി തിരിക്കേണ്ടത് ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഓപ്പണിങ്ങിന് ഈ ലോകത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ, ആര് വന്നാലും സ്വന്തം മാതാവിനെ കൊണ്ടായിരിക്കണം നമ്മുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യിക്കേണ്ടത്. കാരണം അവരെ പോലെ മനസ്സുരുകി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മറ്റാരുമില്ല. മാതാപിതാക്കൾ അത്രമാത്രം പൊസിഷനിൽ നമ്മൾ വെക്കണം. നമ്മുടെ വീടിൻ്റെ ഉദ്ഘാടനം മുതൽ ഇതുപോലെയുള്ള സംഘങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇവിടെ വന്നിട്ട് പലരും ഉദ്ഘാടനം ചെയ്ത് നല്ലത് മാഷാ അല്ലാഹ്, ഇത് മാഷാ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ കൂട്ടത്തിൽ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആദരങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കാരണവന്മാരെ കൊണ്ട് ആദരം കൊടുപ്പിക്കുക. ഇവിടുത്തെ യുവാക്കൾ കയറി വന്ന് ആദരം വാങ്ങട്ടെ. അങ്ങനെ സുന്ദരമായി കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയുണ്ടാകണം. ഈ പ്രായം ചെന്ന പല ആൾക്കാർ ഇതുവരെ സ്റ്റേജിൽ കയറിയിരിക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഇന്ന് ഇരുത്തിയത് ജീവിതത്തിൽ ഒരു ദശാസന്ധിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം. എൻ്റെ പ്രസംഗം നിർത്താൻ സമയമാകുമ്പോൾ സമയം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുറിപ്പ് തന്നാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ശ്രദ്ധിച്ചോ. നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്, പിരിയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളും കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ കുടുംബം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഈ കുടുംബത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കൂടുകയാണ്. പീച്ചം വീട്ടിൽ കുടുംബം ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ കുടുംബ സംഗമം നടത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്തായാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ എന്നാലും ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളെന്ന ഒരു ചെറിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒന്നിവിടെ ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് സുന്ദരമായൊരു കരിയർ ഡെസ്കാണ്. നിങ്ങളിപ്പോൾ ആദരം കൊടുത്തില്ലേ, ഈ ഡോക്ടറും ഈ CA കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവരെ കൂട്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കുക. അപ്പം ഈ 2 ആളിൽ ഇത് ഒതുങ്ങില്ല. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് CA കാരായിട്ട് മാറും. കാരണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായ ഒരു കരിയർ ഡെസ്കാണ്. ആ കരിയർ ഡെസ്ക് നടത്തുമ്പോൾ എക്സ്പേർട്ടുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അവർ ചില ടെസ്റ്റുകൾ നടത്തും. ഓരോ കുട്ടികൾക്കും ഏതൊക്കെ മേഖലയിലേക്ക് കയറിപ്പോകാമെന്ന്, ഏതൊക്കെ മേഖലയിലേക്ക്. ഇപ്പോൾ CA കാരാകാൻ നല്ല ബെസ്റ്റ് കുട്ടികൾ ഏതൊക്കെയെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റും. മെഡിക്കലിന് പോകാൻ പറ്റിയ ആളുകൾ ഏതൊക്കെയെന്ന്. ഞാൻ ഈ അടുത്തിടെയായിട്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു മോളുണ്ട്, ഡോക്ടർ അമീന. അവളിപ്പോൾ US സാക്ഷാൽ ഹാർവാർഡ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വിടുകയാണ്, എങ്ങനെയാണ് സാർ നിങ്ങളോട് നന്ദി പറയേണ്ടത് എന്നറിഞ്ഞുകൂടെ. ഞാനൊരു നയാ പൈസ പോലും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും ചിലപ്പോൾ സംസാരങ്ങൾ കേട്ടതാകാം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അതിലെ ഏറ്റവും ടോപ്പ് വിങ്ങാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂള്. അവിടെയാണ് ഇന്ന് ഡോക്ടറായിട്ട്, അതും ഈ കാണുന്ന കൊണ്ടോട്ടിക്കപ്പുറത്തുള്ള സാധാരണ ഒരു ഉസ്താദിൻ്റെ 4 പെൺകുട്ടികളിൽ പെൺകുട്ടിയായി ഒരു നയാ പൈസക്ക് വകയില്ലാത്തൊരു പാപം കുട്ടി പഠിച്ചുയർന്നു പോയിട്ട് അവളെങ്ങാനും പഠിച്ചിറങ്ങിയാൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു കുട്ടിയായി മാറിയേക്കാം. പക്ഷേ അമേരിക്കയിൽ അവൾ പഠിക്കുമ്പോഴും നിങ്ങളെപ്പോലെ പർദ്ദയും മഫ്തയും ഇട്ടുകൊണ്ട് തന്നെയാണ് അവൾ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും അങ്ങനെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരു വിങ് ഉണ്ടായിരിക്കണം. ആ വിങ് അത് മാത്രമേ ശ്രദ്ധിക്കാവൂ. എഡ്യൂക്കേഷൻ വിങ് എന്നോ കരിയർ വിങ് എന്നോ നിങ്ങൾക്കതിന് പേര് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകളോ, ഞാൻ ഈ കുടുംബത്തോട് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇവിടെയുള്ള പെൺകുട്ടികൾ
ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. പണ്ട് ഡിഗ്രിയിൽ വെച്ചിട്ട് പഠനം നിർത്തിയിട്ട് നേരെ കയറിയിട്ടുണ്ടാവും എങ്ങോട്ട്? വിവാഹത്തിലേക്ക്. അങ്ങനെ കുറേ പെൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണി പറയാം. ഇനിയുള്ള കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ശ്രദ്ധിക്കുക. ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള പണികളാണ്. അതുകൊണ്ട് മാസ് ലെവലിലുള്ള ഓഫീസൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ്. എത്രയോ ആളുകളെ ഇപ്പം നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ, നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് 5000-ഓളം ആളുകളെ പിരിച്ചുവിട്ടില്ലേ? കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടാസ്ക് ഓറിയൻറ്റഡ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എന്ത് വർക്കാണോ ആ വർക്ക് വീട്ടിലേക്ക് കൊടുത്ത് വീട്ടിൽ വെച്ചിട്ട് അത് ചെയ്യുന്ന. അപ്പം എന്താ, ഈ ഓഫീസിന് പൈസ ഇല്ല, ഇരിക്കുന്ന സ്ഥലത്തിന് പൈസ കൊടുക്കണ്ട, ഇതൊന്നും വേണ്ട. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇവിടെ എഴുത്ത് തന്നത് എന്താന്ന് പറഞ്ഞാൽ, CA ആദരിച്ച ഈ മോനുണ്ടല്ലോ, മുഹമ്മദ് റാസിഖ് അല്ലേ? മുഹമ്മദ് റാസിഖിൻ്റെ വീട്ടിൽ 2 പെങ്ങന്മാരും CA പഠിക്കാൻ. ഒന്ന് കൈയടിച്ച് കൊടുത്തേക്കുന്നൊന്ന്, കാരണം കുറച്ച് പണിയുള്ള പണിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ എന്താ പറഞ്ഞതിന് മുമ്പേ മറന്നുപോയോ? ഓഫീസ്. അപ്പം ഇവിടുത്തെ പെൺകുട്ടികൾ, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പറയാം, നിങ്ങൾ സാമ്പത്തികപരമായി കുറേ സഹായിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ. കാരണം ഈ ലോകത്തിൽ 900,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്തുണ്ട്, ബിസിനസ് ഉണ്ട് ഈ ലോകത്തിൽ. അത് മെഡിക്കൽ ഫീൽഡിലുണ്ട്, സോഷ്യൽ ഫീൽഡിലുണ്ട്, ബിസിനസ് രംഗത്തുണ്ട്, ട്രേഡിങ്ങിലുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്, എക്കണോമിക്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലേക്ക് ആളുകൾ വേണം. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും ഓഫീസിലും പോകണ്ട, അവരുടെ ഗെറ്റ് ടുഗദറിനും പോകണ്ട. നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്താൽ മതി, സാലറി വീട്ടിലെത്തും, നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട്, എൻ്റെ കോന്നല്ലൂർ, എൻ്റെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ മകന്, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ അമേരിക്കൻ കമ്പനിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അമേരിക്കയിൽ ജോലി കിട്ടാൻ അമേരിക്കയിൽ തന്നെ പോണ്ട, നിങ്ങൾക്ക് ബ്രിട്ടനിൽ ജോലി കിട്ടാൻ ബ്രിട്ടനിൽ തന്നെ പോണ്ട. പക്ഷെ അവരുടെ ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ് ഓൺലൈനിലുണ്ട്. ആ ഓൺലൈനിൽ പങ്കെടുത്തിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ പെഡഗോഗി നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം. എന്നിട്ട് ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. എൻ്റെ മൊബൈലിൽ അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ഞാനതിൻ്റെ ഏജൻറ്റോ കാര്യങ്ങളോ, എനിക്കതിൻ്റെ കോഴ്സൊന്നുമില്ല. പക്ഷെ ഞാൻ അറിയുന്ന കുട്ടികളുണ്ട്, മാസത്തിൽ 50,000 വാങ്ങിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. പെൺകുട്ടികൾ. ആ കുട്ടി സത്യത്തിൽ ഒരു ഡൈവോഴ്സായി നിൽക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് പോലും മാസത്തിൽ അത് എന്നെ വിളിച്ച് ചോദിച്ചത്, സാറേ ഒരു 5,000 രൂപയുടെ ജോലി കിട്ടുമോ എൻ്റെ 2 കുട്ടികളെ നോക്കാൻ എന്നാണ് എന്നെ ഒരിക്കലും വിളിച്ച് ചോദിച്ചത്, ഒരു കൗൺസിലിങ്ങിൻ്റെ പാട്ടായി. ഞാൻ വെച്ചാൽ മോൾക്ക് എന്തറിയാം, ആ സമയത്ത് എന്നെ കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ അറിയാം. അങ്ങനെ ട്രെയിനിങ് കഴിയുന്നു. ആ കുട്ടി 2 കുട്ടികളെ മാന്യമായി നോക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50,000 രൂപയുടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളത് 5 വർഷത്തേക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ അതിലേറെ ഇൻക്രിമെൻ്റ് ഉണ്ടാകും. എന്തുകൊണ്ട് നമ്മളത് ശ്രമിക്കുന്നില്ല? അപ്പം കരിയർ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും. അതിന് നമ്മളൊന്ന് മെനക്കെട്ട് പോകണം. അതിന് നാളെ തന്നെ സുലൈമാമയെ പത്തൂരിനെ വിളിച്ചാണ്ട് എവിടെ സാറാ കമ്പനി എന്ന് ചോദിക്കണ്ട. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ ഈ കമ്പനികൾ 1000-കണക്കിന് കമ്പനികളുണ്ട്. ബാംഗ്ലൂർ കമ്പനിയിൽ, ബോംബെ കമ്പനിയിൽ, ഗുജറാത്ത് കമ്പനിയിൽ, ഇനി അത് വിട്ടിട്ട് മലേഷ്യൻ കമ്പനിയിൽ, ഇന്തോനേഷ്യൻ കമ്പനിയിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് സ്കിൽ ഉണ്ടെങ്കിൽ യൂറോപ്യൻ കമ്പനിയിൽ, കുറച്ചും കൂടി സ്കിൽ ഉണ്ടെങ്കിൽ അമേരിക്കൻ കമ്പനിയിൽ. ഇങ്ങനെയുള്ള കമ്പനികൾ നിങ്ങൾക്ക് ജോലി വീട്ടിലിരുന്നിട്ട് ചെയ്യാം. നിങ്ങളെ കമ്പനിയെയും കാണണ്ട, ആരെയും കാണണ്ട. അപ്പം എന്താ പണി നോക്കും? ഒന്ന്, മെഡിക്കൽ കോഡ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണ്ട. ആ മെഡിക്കലിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ എൻട്രി ചെയ്യുന്ന ജോബാണ്. ആകെ 3 മണിക്കൂർ പെർ ഡേ, ഒരു ദിവസത്തിൽ 3 മണിക്കൂർ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന അടുക്കളയിലെ ജോലിക്ക് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ നിങ്ങൾക്ക് ഒഴിവായിരുന്നു കൂടെ, തന്നെയല്ല റിലാക്സേഷൻ ഉണ്ടാകൂലേ? ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ സാമ്പത്തികപരമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പറ്റണം. ബിസിനസ്സുകാരായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. ബിസിനസ്സുകാർക്ക് ലേറ്റസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കണം, ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചിട്ട് പഠിക്കണം. അങ്ങനെ ഓരോന്ന്. ഉദാഹരണത്തിന് ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് പോയപ്പോൾ ആ രാജ്യം പറഞ്ഞല്ലേ, കാരണം അത് ബിസിനസ് പർപ്പസ് ആയതുകൊണ്ട്, ആ രാജ്യത്ത് പോയപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പേനയുണ്ട്. ആ പേന എന്ന് പറഞ്ഞത് ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, എൻ്റെ അറിവിൽ ഇറങ്ങിയിട്ടില്ല. ആ പേനൻ്റെ പ്രത്യേകത ഒരു വൈബ്രേഷൻ ഉള്ളൊരു പേനയാണ്. ഏത് കുട്ടി അതായിട്ട് എഴുതിയാലും അക്ഷരങ്ങൾ വളരെ വടിവത്തതാവും. ഇനി സ്പെല്ലിങ് അതിൻ്റെ അക്ഷരങ്ങൾ ശരിയാക്കാനുള്ള നമ്മൾ ഇതുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല ഇനി. കാരണം കുട്ടി എങ്ങോട്ട് വളച്ചാലും, നമ്മളിപ്പോഴത്തെ കാറുണ്ടല്ലോ, കാറുകളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് തെറ്റിയാൽ അത് ഇങ്ങോട്ട് തന്നെ വരൂലേ? ഇതേപോലെ കുട്ടിയുടെ അക്ഷരം അങ്ങോട്ട് പോയാൽ അത് ഇങ്ങോട്ട് തന്നെ വരുന്ന പേനകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പേനയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങക്കെടുത്തുകൂടെ പീച്ചംപുട്ടുകാർക്ക്?
ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ലോകത്തിൽ, കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊന്നും ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ബിസിനസ് വേൾഡിലേക്ക് നമ്മൾ കയറണം. ഇങ്ങനെ അതിന് പറ്റിയ ആൾക്കാർ അതിലേക്ക് എത്തണം. ഇവിടുത്തെ സ്ത്രീകൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികൾ, അവരെന്താക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൂടണം നല്ല രീതിയിൽ. ഇപ്പം തറാവീഹ് ഉദാഹരണത്തിന് നോമ്പ് വരുമ്പോൾ കുടുംബത്തിന് എവിടെയൊക്കെ കൂടാൻ പറ്റും അവിടെ നിങ്ങൾ കൂടണം. നിങ്ങൾ എന്താ ചെയ്യൽ? ഒറ്റയടിക്ക് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ 20 റക്അത്താണ്ട് പൂർത്തിയാക്കലാണ്. അതിന് പകരം നിങ്ങളുടെ കുടുംബക്കാരെ കൂട്, അയൽവാസികളെയും കൂട്ടിക്കോ. എന്നിട്ട് ഏറ്റവും സുന്ദരമായി നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾ തീർക്കുക. അങ്ങനെ കുടുംബത്തെ ചടുലമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, ഏതെങ്കിലുമൊക്കെ രോഗം തുടങ്ങിയിട്ടുള്ള ആളുണ്ടെന്ന്, ആ സമയത്ത് നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ജിപ്മറുമായി ബന്ധപ്പെടുന്ന, ഉദാഹരണത്തിന് ഓപ്പറേഷൻ നടത്താൻ പൈസയില്ല എങ്കിൽ, നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ 20 ലക്ഷം രൂപ വരുമെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ റാപ്പോ നിങ്ങൾ ഉണ്ടാക്കണം. ഈ 20 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് നടപ്പിലാക്കി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതാണ് നിങ്ങൾ കാണണം. അല്ലാതെ ഒരാളുടെ കിഡ്നി മാറ്റി വെക്കാനുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി 60 ലക്ഷം റുപ്യ സ്വരൂപിക്കുക എന്ന് പറഞ്ഞാലുള്ള സ്വരൂപിക്കലല്ല പ്രധാനം, ഈ വഴി തേടി പോകലാണ്. ഞാനൊരു വഴികൾ പറഞ്ഞു തരുന്നു മാത്രം. രോഗികളായ ആളുകളെ അതിൻ്റെ നിർണിതമായ സ്ഥലത്തെത്തിക്കുക എന്നാണ്. ഇപ്പം കിഡ്നി മാറ്റി വെക്കാൻ സാധാരണ നമ്മൾ വിശ്വസിച്ചത് ഏകദേശം ഒരു 30 ലക്ഷം റുപ്യ എന്നുള്ളതാണ്. മാറ്റിവെക്കണം, അതൊക്കെ അള്ളാഹു അങ്ങനത്തെ ഒന്നും നമുക്ക് തരാതിരിക്കട്ടെ, പക്ഷേ കുടുംബത്തിൽ വരാമല്ലോ. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ ഉദാഹരണത്തിന് കോഴിക്കോട്, നമ്മളതിൻ്റെ ആരുമല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ മാക്സിമം ലെവലിലാക്കിയിട്ട് 3.25 ലക്ഷം റുപ്യക്ക് ഒരു കിഡ്നി മാറ്റി കൊടുത്ത്. ഈ 30 ലക്ഷം 3.25 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാം. ഇക്രയിനെ നിങ്ങൾ മറന്നേക്ക്, അത് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ തോന്നിയ മാതിരി എവിടെയെങ്കിലും ഒന്നും ഫണ്ട് കൊണ്ടേ കൊടുക്കലല്ല. എല്ലാ ഹോസ്പിറ്റൽസും നല്ല തന്നെ, ഞാൻ ആരെയും വിമർശിക്കല്ല. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ രീതി എവിടെയെന്ന് നമ്മൾ കണ്ടെത്തി. അതിന് യുവാക്കളുടെ ഒരു ബെൽറ്റ് ഉണ്ടാകണം. പിന്നെ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലാംഗ്വേജ് ഉണ്ടാകണം. ഒറ്റ മാസം കൊണ്ട് AI ഉപയോഗിച്ചുകൊണ്ട്, ട്രെയിനറല്ല, AI ഉപയോഗിച്ചുകൊണ്ട് ലാംഗ്വേജ് പഠിക്കാനുള്ള പെഡഗോഗിയുണ്ട്. AI മാത്രം മതി. നിങ്ങൾ ആ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്താൽ മതി. ഒറ്റ മാസം കൊണ്ട് ഫാന്റാസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാം. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് AI നിങ്ങളെ പഠിപ്പിക്കും. AI നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു വൃത്തിയുള്ളൊരു പഠിപ്പിക്കലായിരിക്കും. ഉദാഹരണത്തിന് ഐ ആം കമ്മിങ് ഫ്രം എന്നത് AI നിങ്ങളെ പഠിപ്പിക്കില്ല. സ്കൂളിലെ ടീച്ചേഴ്സ് ചിലപ്പോൾ അറിയാതെ പഠിപ്പിക്കുക, ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പലയിടത്തും ഇൻ്റർവ്യൂവിൽ പൊട്ടും. കാരണം അവർ ചോദിക്കും, വൈ യു ആർ യൂസിങ് ING ഹിയർ, ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നീ ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ING ഫോം എന്തിനാ ഉപയോഗിച്ചത്? കമ്മിങ് ഫ്രം എന്ന് പറയാനേ പാടില്ല. ഇപ്പോഴും ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തെ സ്കൂളിലൊക്കെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നുണ്ടാകും. ഇറ്റ് ഈസ് റോങ് എന്ന് ആധുനിക കാലത്തെ ഇംഗ്ലീഷുകാർ പറയുന്നു. അപ്പം ആ കം ഫ്രം എന്നേ പറയാവൂ, കം ഫ്രം എന്നേ പറയാവൂ, കമ്മിങ് ഫ്രം ഇല്ല. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലയിടത്തൊക്കെ പൊട്ടും. ഐ ആം സുലൈമാൻ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോഴേ വിജയിക്കും. അങ്ങനത്തെ ഇൻ്റർവ്യൂസും ഉണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ. അങ്ങനെ അറബിയിൽ പഠിക്കട്ടെ നമ്മുടെ കുട്ടികൾ. ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയട്ടെ. ये दुनिया और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला ये दिन में रखी है, सिर्फ ये दिन में रखी है എന്ന് ഉറുദുവിൽ അവർ സംസാരിക്കട്ടെ. Almighty Allah subhanahu wa ta'ala puts all the success in this world, Allah so hereafter all in the perfect deen എന്ന് ഇംഗ്ലീഷിൽ അവർ പ്രസംഗിക്കട്ടെ. അതിമനോഹരമായി നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ. അതിനൊക്കെ ചാൻസസ് ഒരുക്കി കൊടുക്കണം. നമ്മൾ ചാൻസസ് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ചാൻസിലൂടെ ഒരുക്കി കൊടുത്ത് അവർ ഉയർന്നു പോകുമ്പോൾ പിന്നെ എന്ത് MD/MA, നമ്മളെ വീട്ടിൽ 4 പുസ്തകങ്ങൾ കൊണ്ടുവന്നത് വായിക്കുമ്പോൾ പിന്നെ എന്ത് LSD, നമ്മുടെ കുട്ടികളെ പോസിറ്റീവായിട്ട് വളർത്ത്. അതിനാണ് ഇന്നത്തെ ഈ കുടുംബം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മറ്റൊന്ന്, സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ എവിടെയോ ഒരു പാവം സ്ത്രീ ഇരിക്കുന്നുണ്ടാകാം. ഞാൻ ഇതും ഒരു സിംബോളിക്കാണ്, ഉണ്ടാകണം നിർബന്ധമില്ല. ആ പാവത്തിന് ഇന്ന് വരെ വീടുണ്ടായിട്ടുണ്ടാകില്ല. ഇന്ന് നിങ്ങൾ ഈ കുടുംബ സംഗമം കൂട്ടിയത് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ കുടുംബ സംഗമം കൂട്ടിയപ്പോൾ ഏകദേശം 8-10 ലക്ഷം റുപ്യ പൊട്ടി. അതുകൊണ്ട് ഇതൊരു 5-ൻ്റെയും 10-ൻ്റെയും ഒക്കെ ഇടയിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബ സംഗമങ്ങൾ നിങ്ങൾ സംഗമിപ്പിക്കുമ്പോൾ നല്ലത് തന്നെ, ആദ്യത്തിലൊന്ന് പരിചയപ്പെടാൻ കൂടുന്നത് നല്ലതാണ്. ഞങ്ങൾ ഉപദേശിക്കല്ല കേട്ടോ, എന്നാലും പറയാം, ഇനി കൂടേണ്ടത് ക്ലസ്റ്ററുകളായിട്ടാണ്. എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ കൂട്ടം, ആ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ്, ആ വിദ്യാർത്ഥികൾക്ക് ടോപ്പിലേക്ക് എത്താനുള്ള ടെസ്റ്റുകൾ, അതിന് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല. എന്നിട്ട് കുട്ടികൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റണം.
യുവാക്കൾക്ക് വേണ്ടി വേറെ, അവർക്ക് ലാംഗ്വേജ് പഠിക്കാനും മറ്റുള്ളതൊക്കെ ആയിട്ട് വേറെ ക്ലബ്ബുകൾ, അത് വേറെ ഉണ്ടാക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് വേണ്ടി വേറെ, പെൺകുട്ടികൾക്ക് വേണ്ടി വേറെ, ഇങ്ങനെ വ്യത്യസ്തമായ ക്ലസ്റ്ററുകളാക്കി തിരിച്ചിട്ട് നടപ്പിലാക്കണം. ഇപ്പൊ തെക്ക് ഭാഗത്തൊക്കെ കുടുംബ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ കാണുന്നത്. കാരണം ഇത് ഉയർന്നു പോണ്ടേ. എന്നും ഇങ്ങനെ നമ്മൾ എൻ്റെ വല്യപ്പ അതിലായിരുന്നു 21 അങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നല്ല തന്നെ പറഞ്ഞത്. എന്നും ആ കഥകൾ മാത്രം പറയാനല്ല നമ്മൾ കൂടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹം ഇനിയും ഉയർന്നുയർന്നേ പോകണം. അങ്ങനെ ഒരു കാലഘട്ടം വരട്ടെ. ഏത് കാലഘട്ടം എന്നറിയോ? ഇപ്പോ ഈ കുടുംബത്തിനറിയോ? ഒരു അധ്യാപകരുണ്ടെങ്കിൽ അറിയാം. എന്നാണ്, ഒന്ന് കൈപ്പൊക്കിയാട്ടെ, എന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ടെസ്റ്റ് നടക്കുന്നത്? പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് നടക്കുന്ന ആ ഡേറ്റ് ഒന്ന് പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ ഏത് മാസത്തിലാണെന്നൊന്ന് പറഞ്ഞാട്ടെ. അലിഗഡ് യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റി, ഇതേപോലെ തന്നെ പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ കുട്ടികൾ എത്തണ്ടേ? അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ആക്ഷേപിച്ചൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ മോനെ, വീഡിയോ ഒന്നും. എന്താ അറിയാത്തത്? അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണില്ല. മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളോട് കാലിക്കറ്റ് മെഡിക്കൽ നിങ്ങൾക്ക് MES കിട്ടിയെന്ന് വിചാരിച്ചോ? മെറിറ്റിൽ എത്ര കൊല്ലത്തിൽ എന്നറിയാം? MESനെ കുറ്റപ്പെടുത്തല്ല. അതുപോലത്തെ മാനേജ്മെന്റ് സീറ്റ് എത്ര എന്നറിയോ നിങ്ങൾക്ക്? എത്ര ഫീസ് എന്ന് പറഞ്ഞിട്ട് മക്കളെ ആർക്കെല്ലാം അറിയാം? എത്ര? 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. ഒരു കുട്ടിക്ക് ഈ നീറ്റ് കിട്ടിയാലും അവിടെയാണ് കിട്ടണമെങ്കിൽ 50 ലക്ഷം ഉറുപ്പ്യാണ്ട് പോവും. 50 ലക്ഷം ഉറുപ്പ്യ ഇല്ലാത്തവർക്ക് MBBS ചെയ്യണ്ടേ? എന്നാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഒരു വർഷത്തിൽ 30,000 ഉറുപ്പ്യ ഫീസുള്ളൂ. 1.5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞിറങ്ങാം. അത് നിങ്ങൾക്ക് എയിംസിലാണ് കിട്ടിയതെങ്കിൽ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് കിട്ടിയതെങ്കിൽ, എയിംസ് ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റുള്ള എയിംസിലാണ് കിട്ടിയതെങ്കിൽ ഒരു വർഷത്തിൽ വെറും 1500 രൂപ മാത്രമേ ഫീസുള്ളൂ. എന്ന് വെച്ചാൽ 7500 ഉറുപ്പ്യക്ക് MBBS, അതും ടോപ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ പോകുന്ന ഹോവാർഡ് പോലെയുള്ള മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ എത്തിയതെങ്കിൽ 3 കോടി രൂപ ഇങ്ങോട്ട് തന്നുകൊണ്ട് അവർ പഠിപ്പിക്കും, സ്റ്റൈപ്പൻഡ് തന്നുകൊണ്ട്. ഇതാണ് റേഞ്ച്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഉണ്ടാകേണ്ടത് പൈസയല്ല, തലയാണ്. തല എന്ന് നമ്മൾ തിരിച്ചറിയണം. പൈസ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആർക്കും ജില്ലാ കളക്ടറാകാൻ കഴിയില്ല. നമ്മുടെ വാപ്പാന്റെ കയ്യിൽ 1000 കോടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്കൊരു ജില്ലാ കളക്ടറാകാൻ കഴിയില്ല. 1000 കോടി കയ്യിലുള്ള ഒരാളുടെ മകന് ഒരിക്കലും ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. നിങ്ങളുടെ വാപ്പന്റെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിൽ പോലും IIT-യിലെ JEE നിങ്ങൾ പാസ്സാകില്ല. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്റലക്ച്വലായി വളരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ കുട്ടികൾ ആ ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോവുക. സ്പിരിച്വലി അവർ ടോപ്പായിരിക്കണം, ഇമോഷണലി അവർ ടോപ്പായിരിക്കണം, ഇന്റലക്ച്വലി അവർ ടോപ്പായിരിക്കണം, ദെൻ ഫിസിക്കലി അവർ ടോപ്പായിരിക്കണം. നമ്മുടെ കുട്ടി ആ കരാട്ട മോന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയ കുട്ടിനെ പറ്റിയായിരിക്കും ഈ പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ മോനെ വന്നിട്ടുള്ളത്, അവൻ ആ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ചിട്ട് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലെവലിൽ നമ്മളെ കുട്ടികൾ ഫിസിക്കലി വളരട്ടെ. അപ്പൊ എന്തൊക്കെ കൊടുക്കണം? ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചാൽ അഥവാ ഏതെങ്കിലും ഒരു കുട്ടി ശല്യം ചെയ്താൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഫിസിക്കലി പഠിപ്പിച്ചു കൊടുക്കണം. അതിന്ന് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ പിടിച്ച പയ്യൻ അറിയില്ല ഇത്തരം ടെക്നിക്സ്. ആ ഒരു അവസ്ഥയിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനൊക്കെയാണ് കുടുംബസംഗമം. അതിന് പെൺകുട്ടികൾ തന്നെ, നിങ്ങൾക്ക് വേണോ കുട്ടികളെ? എനിക്കറിയാവുന്ന നല്ല എൻ്റെ പഴയ കുരുക്കളുടെ മക്കളുണ്ട്, പേരക്കുട്ടികൾ, കേരളത്തിൽ അറിയപ്പെടുന്ന അഭ്യാസികളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം 1ാം തരം 7th Dan ബ്ലാക്ക് ബെൽറ്റുള്ള മനുഷ്യനാണ്. മജീദ് കയുടെ 2 പെൺകുട്ടികളുണ്ട് ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള. ഒറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് ഏതാണിനെയും വകവരുത്തുക എന്നുള്ളത് ആ കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇനിയുള്ള ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മുടെ കുട്ടികൾ ധൈര്യം വരാനും മറ്റുള്ളത് വരാനും ഇത്തരം കുട്ടികളെ വെച്ചിട്ട് ട്രെയിനിങ് വരെ നടത്തണമെന്ന് ഞാൻ പറയാം. പെൺകുട്ടികളെ നടത്തിയാൽ മതി. പിന്നെ ഒരാണും അവരെ പിടിക്കാൻ പോകൂല. ഒരാൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് മറുപടി കൊടുക്കാൻ അവർക്കറിയും. ഇതൊരു ഹായ് വരുമ്പോഴേക്ക് അവിടാണ്ട് കൊയ്യാണ്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ കാസർകോട്ടുകാരൻ്റെ മുഖം വെച്ചിട്ട് ഇങ്ങോട്ട് അയക്കുകയാണ്. അവൻ കാസർകോട്ടുകാരനൊന്നും ആവൂല. അപ്പൊ പാവങ്ങൾ ഇതിൽ പെടുകയാണ്. AI വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നറിയില്ല. AI ഇപ്പൊ വെച്ചിട്ട് ഒറിജിനൽ മമ്മൂട്ടിന്റെ തോളത്ത് കൈവച്ചിട്ട് ഒറിജിനലായിട്ട് ഫോട്ടോ എടുക്കുക. നമ്മൾ വിചാരിക്കുക മമ്മൂട്ടിയൊക്കെ കൂടെ വന്നിട്ടുള്ള ഫോട്ടോ. ഞാൻ കണ്ടതാ കുട്ടികളുടെ കൗൺസിലിങ്ങിൽ. ഒരു പയ്യൻ കൊടുത്തയച്ച എന്താണ്, മമ്മൂട്ടി അപ്പുറത്ത് മോഹൻലാൽ ഇപ്പുറത്ത്, ഇപ്പം ഇങ്ങനെ നടുവിൽ നല്ല രസമുള്ള ഫോട്ടോ, ഒറിജിനൽ പാടത്തുനിന്ന് കണ്ട്. ഈ പെൺകുട്ടി വിശ്വസിച്ചത് ഇപ്പം മമ്മൂട്ടിനായിട്ട് മോഹൻലാലിനായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്. എന്ത് ബന്ധം? സിനിമ കണ്ട ബന്ധം അത്രേ ഉള്ളൂ. എന്നിട്ട് അത് വെച്ചിട്ട് കസർത്തുകയാണ്. എന്നിട്ട് ഈ പാവം പെൺകുട്ടികൾ അതിൽ പെട്ടുപോവാണ്. അതുകൊണ്ട് ഞങ്ങൾ ആൺകുട്ടികളുടെ സൈക്കോളജി പറയാം. എല്ലാവരും അതിൽ പെട്ടതല്ല കേട്ടോ.
ഒരേ സമയം 4 ആൾക്കാർക്ക് മെസ്സേജ് അയക്കും. ആരാണ് കൊത്തുന്നത് ഓലെ പിന്നാലെ കൂടും. ദയവ് ചെയ്തിട്ട് എൻ്റെ പെൺകുട്ടികളെ, എല്ലാ ആൺകുട്ടികളും ഇല്ല കേട്ടോ, നല്ല കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, ഒരുപാടുണ്ട്, ഇതൊക്കെ നല്ലവർ തന്നെയാണ്. ഒരുവിധം സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. ആൺകുട്ടികളുടെ ഒരു പ്രകൃതി എന്താന്ന് ചോദിച്ചാൽ 4 അവിടുന്നൊക്കെ വിട്ടിക്കണ് 10-15 ആൾക്കാർക്കാണ്ട് അയക്കും. ആരാണ് കൊത്തുന്ന പോലെ പിന്നാലെ. ഈ പാവത്തിനോട് പറയും എനിക്ക് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ, ഇതെല്ലായിടത്തും പറഞ്ഞ വാക്കുകൾ. അങ്ങനെ പെട്ടുപോവുകയാണ് പാവം പെൺകുട്ടികൾ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ, ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിലെ ഒരു കുട്ടിയും വഴികെട്ട് പോകാതിരിക്കട്ടെ. ഒരു കുട്ടിയും നാളെ കോടതിയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് ആ തള്ള എനിക്ക് വേണ്ട എന്നുള്ള വാക്ക് 3000-ലേറെ കുട്ടികൾ പറഞ്ഞ കൂട്ടത്തിൽ 3001 കുട്ടിയായി നമ്മൾ മാറാതിരിക്കട്ടെ. സ്വന്തം നൊന്ത് പ്രസവിച്ച് പാവമായി കിടന്ന ആ പാവം ഉമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് മാല മറിച്ചുകൊണ്ട് ഈ കാണുന്ന ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്ന് പ്രാർത്ഥിച്ച ഉമ്മാമ്മയുണ്ടല്ലോ, അവളെ പെറ്റടി എന്ന് ചോദിച്ചിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിച്ച പാവപ്പെട്ട പിതാമഹനുണ്ടല്ലോ, ഇവരെയെല്ലാം മറന്നുകൊണ്ട് എനിക്ക് ഇന്നലെ കണ്ടവൻ മതി എന്നുള്ള ഒരു ആക്രോശമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമ്മളെങ്ങനെയാണ് മനുഷ്യനായി വളരുന്നത് എന്ന് നോക്കണം. നിങ്ങളുടെ പാവം മകളെ പ്രസവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ രംഗപ്രവേശനം നടത്തിയോന്നാണ് ഗൾഫിൽ നിന്ന് അവധി പോലും കിട്ടാത്ത ആ പിതാമഹൻ വിളിച്ചു ചോദിച്ചത് നിങ്ങളോട്. ഇപ്പം അദ്ദേഹം വയസ്സായിട്ടുണ്ടാകാം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ കാണുന്ന വരാന്തയിൽ കിടന്നിട്ട് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാമ, അപ്പുറത്ത് ലേബർ റൂമിൽ ആഹ് എന്ന് വിലപിക്കുന്ന നിങ്ങളുടെ ഉമ്മ, ആ കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പേ യാസീൻ ഓതിക്കൊണ്ടും തബാറക ഓതിക്കൊണ്ടും റഹ്മാൻ ഓതിക്കൊണ്ടും എൻ്റെ ഈ ഭൂമിയിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോഴേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരേ ഒരു മനുഷ്യ സ്ത്രീയുടെ പേരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വല്യമ്മ എന്നുള്ളത്. അതിനുവേണ്ടി കരഞ്ഞ പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാല് വെളുത്തതാണോ, ശരിയാണോ, കണ്ണുണ്ടോ, കാലില്ലയോ, അത് ഓട്ടിസ്റ്റിക് കുട്ടിയാണോ, ഇതൊന്നും അറിയാതെ ആദ്യം തന്നെ ഗർഭം ധരിച്ച സമയത്ത് വയറൊഴിഞ്ഞുകൊണ്ട് പോസിറ്റീവാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തൻ്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് പടച്ചോനെ എന്ന് സന്തോഷത്തോടെ ആ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട്, അന്ന് നിങ്ങൾ കുഞ്ഞായിട്ടില്ല, വെറും ഇന്ദ്രിയ തുള്ളിയായി വെറും വയറ്റിൽ കിടക്കുമ്പോഴേ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ വയറ്റത്ത് കൈവച്ച ആ പാവം സ്ത്രീയാണ് തള്ളവൈബ് എന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ തുടച്ച് മിനുക്കിയിട്ട് സിസ്റ്റർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്വന്തം പിതാവ് മുത്തം വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് സന്തോഷത്തോടെ കരഞ്ഞ ആ നിമിഷത്തിനെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളവൈബെന്നും തന്തവൈബെന്നും പറയാം. പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും അമൂർത്തമായ നിമിഷമാണ്. തൻ്റെ കുഞ്ഞിന് താൻ ആദ്യമായി ചുംബനം കൊടുത്ത ആ രംഗം നിങ്ങൾക്ക് തന്ത വൈബാണ്. പക്ഷേ ഈ പാവത്തിന് അതല്ല, അത് സ്വർഗമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും നല്ലൊരു ബന്ധത്തിലൂടെ പോയി കുടുംബത്തിലൊരിക്കലും പിണക്കങ്ങളില്ലാതെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുന്നു, വെറും 5 മിനിറ്റ് മാത്രം പറഞ്ഞ സമയത്ത് ഞാൻ നിർത്തുന്നതാ. ഈ കുടുംബത്തിൽ ഒരു തർക്കങ്ങളും വിതർക്കങ്ങളും ഇല്ലാതിരിക്കട്ടെ. ഇവിടെയുള്ള കാരണവന്മാരുണ്ടാകും, അവർ ജ്യേഷ്ഠാനുജന്മാരാകും, ഒരു സെന്റിന് വേണ്ടിയും തർക്കമുണ്ടാകാതിരിക്കട്ടെ. വിട്ടുകൊടുത്തേക്ക് മരിച്ചു കൊണ്ടുപോകുമ്പോൾ അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ മരിക്കേണ്ടവരാണ്. ഈ പള്ളിക്കാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ആ സമയത്ത് മാലാഖമാർ വിളിച്ചു പറയരുത്, ഇട്ടേച്ചു പോന്നി, നിന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് ചുമക്കാൻ നീ ആയിട്ടില്ല എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന രംഗം കൊണ്ടുവരല്ലേ. നാളെയുടെ ലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരും കുടുംബ ബന്ധങ്ങളും തമ്മിൽ വലിയ ഐക്യത്തിലൂടെ ആകണം. ചിലപ്പോൾ കുടുംബത്തിൽ ചില ആളുകൾ ഉണ്ടാകാം, എത്ര മാപ്പ് പറഞ്ഞാലും മാപ്പ് തരില്ല, എത്ര അങ്ങോട്ട് പോയാലും വാശിയിൽ നിൽക്കും, അങ്ങോട്ട് സലാം ചെല്ലിയാലും ഇങ്ങോട്ട് മടക്കൂല. ചിലപ്പോൾ അയാൾ ആദരിച്ചാൽ പറയും, ഇന്നിങ്ങനെ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ ആദരിച്ച ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് നിങ്ങളെ ഞാൻ വഷളാക്കുമെന്നും പറയും. അങ്ങനത്തെ വാശിക്കാരൊക്കെ ഒരു പക്ഷേ എല്ലാ കുടുംബത്തിലും ഉണ്ടാകാം. അങ്ങനത്തെവരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താമെന്നതല്ലാതെ ബാക്കി എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടണം, അങ്ങോട്ട് പോയിട്ട് ആലിംഗനം ചെയ്യണം, അങ്ങോട്ട് പോയിട്ട് നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തോടെ കാണണം. അങ്ങനെ ഉമ്മമാരും ഉപ്പമാരും വെല്ലിപ്പമാരും വെല്ലിമ്മമാരും ഒന്നിച്ചിരിക്കുന്ന തറവാട്ടുമുറ്റത്തിൽ വീണ്ടും കൊട്ടിക്കളിയെപ്പോലെ, വീണ്ടും ഈ കാണുന്ന സ്പ്രിങ് കളിയെപ്പോലെ, വീണ്ടും നമ്മൾ കാണുന്ന പട്ടിൻ ചുള്ളിയും പോലെ നമ്മുടെ പേരക്കിടാങ്ങൾ ഓടിക്കളിക്കട്ടെ. അവർ ഓടി അവസാനം എത്തുന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വലിയ രീതിയിൽ ഇറങ്ങുമ്പോൾ വെല്ലിപ്പാക്ക് വിളിച്ചിട്ട് പറയണം, വെല്ലിപ്പാ നിങ്ങൾ വരണോ ലണ്ടനിലേക്ക്, നിങ്ങൾ വരണോ ലണ്ടനിലേക്ക് എന്ന് ഇതുവരെ ഫ്ലൈറ്റ് കയറാത്ത കർഷകനായ വെല്ലിപ്പയെ ലണ്ടനിലെ നിങ്ങളുടെ കോൺവെക്കേഷൻ സെറിമണിയിൽ കൊണ്ടുപോകുന്ന പേരക്കുട്ടികളായി നമ്മുടെ ഈ കുടുംബത്തിലെ കുട്ടികൾ മാറട്ടെ. അങ്ങനെ ഐക്യത്തോടെ കാരണവന്മാരെയും മുതിർന്നവരെയും എല്ലാവരെയും ഒരുപോലെ മാനിച്ചും സ്നേഹിച്ചും കൊണ്ട്
ലണ്ടനിലേക്ക് പോവാൻ. ഞാനിത് പറയാനുള്ള കാരണം അങ്ങനെ എൻ്റെ രംഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ വരണോ എൻ്റെ കോൺവെക്കേഷൻ സെറിമണിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന മക്കൾ അവിടെ നിന്ന് വിസയും ടിക്കറ്റും എടുത്ത് പാവം വെള്ളിപ്പമാരെ പോലും കൊണ്ടുപോകുന്ന ആ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഓരോ ജീവിതഘട്ടത്തിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഈ പീച്ചം വീട്ടിലെ കുടുംബത്തോട് ആ ബന്ധങ്ങൾ ഇന്നു മുതൽ തുടങ്ങണം. പരസ്പരം പിണക്കങ്ങൾ ഇല്ലാതെയാക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുമിച്ച് കഴിയണം. ഒരു പേരക്കുട്ടിയും ഇന്നു മുതൽ കരയാതിരിക്കട്ടെ, ഒരു ഉമ്മയും കരയാതിരിക്കട്ടെ, ഒരു ഉപ്പയും ഇസ്സത്തില്ലാത്ത അവസ്ഥയിലാകാതിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഐക്യത്തോടെ പോകാമെന്നും പരസ്പരം എളാപ്പ മൂത്താപ്പ മക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാരെ കൂട്ടത്തിലുണ്ടാകും, അവർ മറ്റൊരു തറവാട്ടുകാരാണ്. എൻ്റെ പ്രിയപ്പെട്ട മരുമക്കളെ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഈ കുടുംബത്തിലെ കണ്ണിയായതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭാര്യമാർ ഇരിക്കുന്നുണ്ട്, ഇവിടെ അവർ മറ്റു തറവാട്ടുകാരാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് ഈ കുടുംബത്തിലേക്ക് വന്നതാണ്. ഞങ്ങൾ പീച്ചം വീടല്ല എന്ന് മനസ്സിൽ നിങ്ങൾ കരുതല്ലേ. നമ്മൾ ഒന്നായിട്ടൊരു തിരുമുറ്റത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഉയർന്നുയർന്നേ പോകേണ്ടവരാണ്.